ഐഡിയ ഉണ്ടായിട്ടും കുറച്ച് ആൾക്കാർ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാണ്. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തായിരിക്കും? ഡേ 1 എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്, അല്ലാതെ പ്ലാൻ ചെയ്യാനുള്ളതല്ല. അത് ഡേ 1 മുതൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാത്തതാണ് ഞാൻ കണ്ടിട്ടുള്ള യങ് ഫൗണ്ടേഴ്സിലൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യലാണ്, പ്ലാൻ ചെയ്യലല്ല. ശരിക്കും ഇന്റർവെല്ലിന്റെ ഐഡിയ എങ്ങനെയായിരുന്നു? ഇന്റർവെൽ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ചില പ്രോബ്ലംസ് നമ്മൾ ഡെസ്പറേറ്റ്ലി ഹോണ്ട് എന്ന് പറയും. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നമ്മളെ മുന്നിൽ ഇരുന്നിട്ട് കരഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കരയുന്നത് എന്തിനായിരിക്കും? ഒരു പക്ഷേ കുട്ടിക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല? കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ 10ാം ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഹൈസ്കൂൾ ടീച്ചർ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പറ്റില്ല. നമ്മളുടെ സ്കൂൾ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണോ? സ്കൂൾ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണ്. അത് ടീച്ചേഴ്സിന്റെ കുഴപ്പം ഞാൻ പറയില്ല, പക്ഷേ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. ഇന്റർവെൽ എപ്പോഴെങ്കിലും വർക്ക് ആവത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ മാത്രം ഒരു 100+ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പിച്ച് ചെയ്തു. ഇതിൽ 100 ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത് വർക്കാവില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ഫാമിലിയെയും എൻ്റെ റിലേറ്റീവ്സിനെയും എൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് യു ഷുഡ് നെവർ ഡു ദാറ്റ് എന്നാണ്. സ്റ്റാർട്ടപ്പ് എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. പക്ഷെ കാണുന്നത് കൂടുതലും സക്സസ് സ്റ്റോറീസ് ആണ്. ഇതിൻ്റെ പുറയിലുള്ള ശരിക്കുള്ള റിയൽ സ്ട്രഗിൾ എന്താണ്, അല്ലെങ്കിൽ ശരിക്കും ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് വളരെ ചുരുക്കമാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത് അതിൻ്റെ വാല്യുവേഷനിലോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗ്രോത്തിൽ കൊണ്ടുവന്ന് എക്സിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് റമീസ് അലി. ഇന്റർവെല്ലിൻ്റെ ഫൗണ്ടറാണ് നമ്മളുള്ളത്. ശരിക്കും ഞാൻ ഈ പോഡ്കാസ്റ്റ് കുറച്ച് നാളുകളായിട്ട് പ്ലാൻ ചെയ്യണേ. റമീസ് ആദ്യം കണ്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് ഇരിക്കണം, കാരണം എനിക്ക് തന്നെ കുറേ സംശയങ്ങൾ ചോദിക്കാനുണ്ട്. സ്റ്റാർട്ടപ്പ് ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്, എല്ലാവരും സ്റ്റാർട്ടപ്പിൻ്റെ പുറകെയാണ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ശരിക്കും ഒരാൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഒരു ഐഡിയ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ളൊരു മാനദണ്ഡം അല്ലെങ്കിൽ എലിജിബിലിറ്റി അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഐഡിയ ഭയങ്കര ചീപ്പാണ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 10 ഐഡിയ കിട്ടും. അത് യൂട്യൂബിൽ ഒരു 4 പോഡ്കാസ്റ്റ് കണ്ടാൽ 40 ഐഡിയ കിട്ടും. അതുമല്ല, നമ്മൾ വെറുതെ ചാറ്റ് GPT-നോടോ അല്ലെങ്കിൽ ക്ലോഡിനോടോ എന്തിനെങ്കിലും കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയും ഇത് അടിപൊളി ഐഡിയ ആണ്, പോയി ചെയ്തു. അതായത് എല്ലായിടത്തും മോട്ടിവേഷൻ ഉണ്ട്, എല്ലായിടത്തും ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഐഡിയാസ് എക്സസ് ആണ്. എപ്പോഴും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു വഴി അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിലേക്ക് എത്താനുള്ളൊരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി, അങ്ങനത്തെ കുറച്ച് സിഗ്നൽസ് ആണ് എപ്പോഴും നമ്മൾ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു മാനദണ്ഡം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും നമ്മുടെ പ്രോബ്ലത്തിനെയും സൊല്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ ആ സൊല്യൂഷൻ ഒരു ഭയങ്കര അടിപൊളി ഐഡിയ ആണ് എന്നുള്ളത് ഒരു പക്ഷേ മാനദണ്ഡമാവില്ല. പക്ഷേ ആ സൊല്യൂഷൻ ഭയങ്കര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് ഒരു പക്ഷേ മാനദണ്ഡമാവാം. ശരിക്കും ഇന്റർവെല്ലിന്റെ ഐഡിയ എങ്ങനെയായിരുന്നു? ഇന്റർവെൽ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് ഇന്റർവെല്ലോട്ടൊന്ന് പോയിട്ട് തീർച്ചയായും ഇന്റർവെൽ ആക്ച്വലി ഞങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ ഒരു ഭയങ്കര അടിപൊളി ഐഡിയ തോന്നി, ഇതൊരു $1 ബില്യൺ ഐഡിയ ആണ്, നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമല്ല. എനിക്കും ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ ലോ കോളേജിലാണ് പഠിച്ചത്. പക്ഷെ ലോ കോളേജിൽ പഠിക്കുന്ന ഡേ 1 മുതൽ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ ഞാൻ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് JEE NEET ആസ്പിരൻസിനൊക്കെ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ആയിട്ടും അവരുടെ പ്രോബ്ലംസുമായിട്ടും അറിയാം, ലൈക്ക് എന്തൊക്കെയാണ് അവരുടെ പ്രോബ്ലംസ്, അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻസ് എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഓൺട്രപ്രണറെ പോലെ അന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചില പ്രോബ്ലംസ് നമ്മൾ ഡെസ്പറേറ്റ്ലി ഹോണ്ട് എന്ന് പറയില്ല, അതുപോലെ ഹോണ്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു കുട്ടികളുടെ ഈ ഫൗണ്ടേഷൻ ലാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ +1 +2 പഠിക്കുന്ന കുട്ടികൾ, ഒരു അല്ലെങ്കിൽ 10th മാക്സിമം. പക്ഷെ ഈ കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നമ്മളെ മുന്നിൽ ഇരുന്നിട്ട് കരഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ കരയുന്നത് എന്തിനായിരിക്കും? ഒരു പക്ഷേ കുട്ടിക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല? കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ 10ാം ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഹൈസ്കൂൾ ടീച്ചർ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചറുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഡെസ്പറേറ്റ് ആയിരിക്കും ആ കുട്ടി. പക്ഷെ ആ കുട്ടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആൻസർ ഇവിടെ നിന്ന് കിട്ടൂല. കാരണം 10ാം ക്ലാസ്സിൽ കുട്ടിക്ക് ഉണ്ടാവേണ്ട ഒരു പ്രോബ്ലം അല്ല ബേസിക്കലി അത്. ഇനി ഇൻ കേസ് ഒരു ടീച്ചർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് തോന്നി, അപ്പോഴും ഹൈസ്കൂളിലെ ടീച്ചേഴ്സിന് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ കുറെ വോയിഡ് സ്പേസസ് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. നമ്മളുടെ സ്കൂൾ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണോ? സ്കൂൾ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണ്. അത് ടീച്ചേഴ്സിന്റെ കുഴപ്പം ഞാൻ പറയില്ല, പക്ഷെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഞാൻ ഫേസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള കുട്ടികളിൽ പല കുട്ടികൾക്കും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഡിഫിക്കൽട്ട് ആയത് അവരിത് പഠിച്ച കാലഘട്ടത്തിൽ എയ്തർ അവർ 1-2 ദിവസം ആബ്സെന്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മേ ബി അവരുടെ ഒരു ഡൗട്ട് അവർ ചോദിക്കാൻ അന്ന് തയ്യാറായിട്ടുണ്ടാവില്ല. ഇതൊക്കെയാണ് ഇങ്ങനെ ലൈക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് ഇങ്ങനെ പോയി പിന്നീട് ഇതൊരു ബിഗ്ഗർ പ്രോബ്ലം ആയിട്ട് മാറുന്നത്. ഇപ്പം സ്കൂൾ സിസ്റ്റത്തിൽ നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നത്തിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, ലൈക്ക്
ഇപ്പൊ കുറെ പേരൻസ് കുട്ടികളെ സ്കൂളിൽ വിടണ്ട, വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാൽ മതി. ഔട്ട് ഓഫ് ടോപ്പിക് ആണ്, എന്നാലും ഞാൻ ചോദിക്കണം അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ത്? ഹോം സ്കൂളിംഗ് ഞാൻ ഹോം സ്കൂളിംഗ് തന്നെയല്ലേ ഉദ്ദേശിച്ചത്. ഹോം സ്കൂളിംഗ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഹോം സ്കൂളിംഗിൽ ഇന്റൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനൊരു പാരന്റ് എൻ്റെ കുട്ടിയെ ഹോം സ്കൂൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഹോം സ്കൂളിങ്ങിനെ കുറിച്ച് മലയാളികൾ സംസാരിക്കുന്നത് GCC കൺട്രീസിലാണ്. അപ്പൊ GCC കൺട്രീസിൽ എന്തുകൊണ്ട് പാരന്റ്സ് അതിനെ ചോദിക്കുന്നു വെച്ചാൽ 90% റീസൺ അവിടുത്തെ സ്കൂൾസ് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് നല്ലൊരു സ്കൂൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇതൊരിക്കലും ഒരു കുട്ടിയെ ഹോം സ്കൂൾ ചെയ്യാനുള്ള റീസൺ അല്ല. എപ്പോഴും നമ്മൾ കുട്ടികളെ ഹോം സ്കൂൾ ചെയ്യേണ്ടത് എങ്ങനെ ഹോം സ്കൂൾ ചെയ്യാം, ഹോം സ്കൂൾ ചെയ്തിട്ട് ഈ കുട്ടിയെ കരിയർ നമ്മൾ എങ്ങോട്ട് എത്തിക്കുന്നു, ഏതൊക്കെ സമയത്ത് കുട്ടികൾക്ക് എന്തൊക്കെ സ്കിൽസ് കൊടുക്കുന്നു, ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഹോം സ്കൂളിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. ബേസിക്കലി പാരന്റ്സിന് അതിനെ കുറിച്ചുള്ള തറോ നോളജ് വേണം. ശരിക്കും പറഞ്ഞ ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പിന്നെ ഇതും ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ ഒരു ഹോം സ്കൂളിങ്ങിന്റെ റീൽ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റൊരു പാരന്റ് കുട്ടിയെ ഹോം സ്കൂൾ ചെയ്യുന്നുണ്ടെന്ന് അതെ, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ കുട്ടിയെ ഒരിക്കലും നമ്മൾ ഹോം സ്കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ആവരുത് എന്നുള്ളതാണ്. അത് നമുക്ക് ആ കുട്ടിക്ക് എന്ത് കിട്ടണം എന്നുള്ള നല്ല ബോധ്യം പാരന്റിന് വേണം, അതെങ്ങനെ കൊടുക്കാം എന്നുള്ള ബോധ്യം വേണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ തീരുമാനം എടുക്കേണ്ടത്. ഇന്റർവ്യൂലോട്ട് തിരിച്ചു വരാം. അപ്പൊ ഇതുപോലെ കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ലാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ഒരു കുട്ടിക്ക് എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹമുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിലെ വഴി? നീറ്റ് എക്സാം എഴുതണം, അല്ലെങ്കിൽ കേരള എൻട്രൻസ് എക്സാം എഴുതണം. അപ്പൊ എക്സാം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു എൻട്രൻസ് എക്സാമിനേഷനിൽ ഒരു 200 ചോദ്യം ഉണ്ടാവും. ആ 200 ചോദ്യം നിശ്ചിത സമയത്തിനുള്ളിൽ സോൾവ് ചെയ്യണം. അപ്പൊ അങ്ങനെ സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് വേണ്ടത്? സ്പീഡാണ് വേണ്ടത്, അജിലിറ്റി ആണ് വേണ്ടത്, അക്യുറസി ആണ് വേണ്ടത്, പ്രിസിഷൻ ആണ് വേണ്ടത്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നത്? പ്രാക്ടീസിലൂടെയാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതൊരു 1 ഇയറിനെ കൊണ്ടോ അല്ലെങ്കിൽ 6 മന്തിനെ കൊണ്ടോ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ല. അരിത്തമെറ്റിക് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ 5 to 6 ഇയേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ സ്കില്ലും അങ്ങനെ തന്നെയാണ്. റീഡിങ് എബിലിറ്റി ആയാലും നമ്മുടെ സോഷ്യൽ സ്കിൽസ് ആയാലും. ഇപ്പൊ ഇന്ന് വരെ ഞാൻ ഇൻട്രോവേർട്ടാ, നാളെ രാവിലെ മുതൽ ഞാൻ എക്സ്ട്രോവേർട്ട് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും? ഇല്ലല്ലോ. നമ്മുടെ ഏത് സ്കില്ലായി കഴിഞ്ഞാൽ ഓവർ ദി പീരീഡ് ആണ് നമ്മൾ അക്യൂർ ചെയ്യുക. അപ്പൊ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ലാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള കരിയർ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റാണ്ടാവുകയാണ്. അപ്പൊ എന്തെങ്കിലും കുട്ടികളിൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെറിയ പ്രായത്തിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുത്തിലും വായനയിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന കുട്ടികൾക്ക് നമ്മളൊരു ഇൻഡിവിജ്വൽ കെയർ എന്നുള്ള രീതിയിൽ നമ്മളൊരു സംരംഭം തുടങ്ങുന്നത്. അപ്പൊ അത് ആദ്യം എഴുത്തായി, പിന്നെ അത് വായനയായി, പിന്നെ എഴുത്തും വായനയും കഴിഞ്ഞിട്ട് അത് അക്കാഡമിക്സ് ആയി. എല്ലായിടത്തും ഒരു കുട്ടിയെ ഒരു ടീച്ചർ ഇരുത്തി നമ്മളൊരു ഫിസിക്കൽ സ്പേസിൽ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ഉണ്ടായിരുന്നത്. ബേസിക്കലി നിങ്ങൾക്ക് ഒരു സ്കിൽ ഉണ്ടായിരുന്നു, അതിനെ മോണിറ്റൈസ് ചെയ്യാനുള്ളൊരു വേ കണ്ടുപിടിച്ചു. ഈ സ്കിൽ ഉണ്ടായിട്ടും മോണിറ്റൈസ് ചെയ്യാണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലേ, ഐഡിയ ഉണ്ടായിട്ടും അതിനെ സ്റ്റാർട്ടപ്പിലോട്ട് എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റിനുണ്ട്. അവരോട് എന്ത് ഉപദേശം കൊടുക്കാനുള്ളത്? കാരണം അങ്ങനെ ചെയ്ത ഒരാളെന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ബേസിക്കലി ഇപ്പൊ എനിക്ക് ടീച്ചിങ്ങിൽ സ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഒരിക്കലും എന്റെ സ്കില്ലായിരുന്നില്ല പ്രൈമറി റീസൺ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന്റെ. അത് എൻ്റെ ഓഡിയൻസ് ഉണ്ട്, അതായത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓഡിയൻസ്. ആ ഓഡിയൻസിൽ ഞാൻ കുറച്ച് പ്രോബ്ലംസ് കാണുന്നു. ആ പ്രോബ്ലംസ് എനിക്ക് എൻ്റെ പ്രോബ്ലമായിട്ട് തോന്നുന്നു. അത് സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നു, ഞാൻ ഡെസ്പറേറ്റ് ആവുന്നു. അപ്പൊ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. അപ്പൊ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു കുട്ടികളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തെ കുട്ടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. കുറച്ച് കുട്ടികളിൽ നമ്മൾ ഇമ്പാക്ട് കാണുന്നു, ആ ഇമ്പാക്ട് നമുക്ക് മോട്ടിവേഷൻ വരുന്നു. ഇത് നമ്മൾ കൂടുതൽ കുട്ടികളിലേക്ക് നമ്മൾ സ്കെയിൽ ചെയ്യാനും വേണ്ടി പോകുന്നു. അങ്ങനെയാണ് ശരിക്കും ഒരു സംരംഭം ജനിക്കുന്നത്. അതായത് ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ നമ്മൾ മാപ്പ് ചെയ്യുന്നു, ഇതിന് നമ്മൾ ഇമ്പാക്ട് ഉണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിനെ നമ്മൾ സ്കെയിൽ ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ പാറ്റേൺ ആണ് നമ്മൾ സ്കെയിൽ ചെയ്തിട്ട്, ഈ പാറ്റേണിനെയാണ് നമ്മൾ ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നത്. ഈ പാറ്റേൺ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആക്ച്വലി ഇപ്പം ഞാൻ ഇന്റർവെൽ എക്സാമ്പിൾ തന്നെ പറയാം. ഒരു 10 കുട്ടികളെ നമ്മൾ കാറ്റർ ചെയ്തു. ഈ 11ാമത്തെ കുട്ടിയെ കൊണ്ടുവരുന്നത് ഒരു പക്ഷെ നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടായിരിക്കില്ല, ഈ 10 കുട്ടികൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പാക്ട് ആയിരിക്കും. ചിലപ്പം ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് പെർഫോം ചെയ്തിട്ട് ടീച്ചറിനെ അനലൈസ് ചെയ്തിട്ട് ആ ക്ലാസ്സിൽ തന്നെ 10 പിള്ളേരെ നമ്മുടെ ടീച്ചർ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചേർത്തിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു വീട്ടിലൊരു പാരന്റ് ഇത് അനലൈസ് ചെയ്യുന്നു, ആ പാരന്റിന്റെ തന്നെ സിബ്ലിങ്സിന്റെ മക്കളൊക്കെ ഇതിൽ ചേർത്തുന്നു, അല്ലെങ്കിൽ ഒരു നൈബർ കണ്ടുപിടിക്കുന്നു, കുട്ടിക്ക് പെട്ടെന്ന് ഒരു മാറ്റം വരുന്നു, അല്ലെങ്കിൽ കുട്ടി പെട്ടെന്ന് അക്കാഡമിക്സിനോട് താല്പര്യം കാണിക്കുന്നു. അപ്പൊ ഇത് എന്താണെന്ന് റൂട്ട് കോസ് അനലൈസ് ചെയ്യുമ്പോൾ ഇന്റർവെൽ പേര് വരുന്നു, അങ്ങനെ കുട്ടികൾ വരുന്നു. അപ്പൊ നമുക്ക് ഒരു 360 ഡിഗ്രിയിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ ഇങ്ങനെ എരിച്ച് കയറുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് ശരിക്കും നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. അതായത് ആളുകൾ നമ്മുടെ പ്ലാറ്റ്ഫോം ഐഡന്റിഫൈ ചെയ്യുന്നു, നമ്മുടെ സർവീസ് ഐഡന്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് ഇതിന് ആളുകൾ പേ ചെയ്യാനും വേണ്ടിയിട്ട് ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളത്. പൈസ ഒന്നും പ്രശ്നമല്ല, ഞാൻ പേ ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് സൊല്യൂഷൻ കിട്ടിയാൽ മതി. അപ്പൊ ആ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് ഈസ് എ സ്കെയിലബിൾ ബിസിനസ് എന്നുള്ളത്. അതിനെയാണ് ശരിക്കും നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത്. ശരിക്കും ഐഡിയ ഉണ്ടായിട്ടും കുറച്ച് ആൾക്കാർ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തായിരിക്കും?
ഡേ 1 എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ്, അല്ലാതെ പ്ലാൻ ചെയ്യാനുള്ളതല്ല. അത് ഡേ 1 മുതൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാത്തതാണ് അവരെ ഞാൻ കണ്ടിട്ടുള്ള യങ് ഫൗണ്ടേഴ്സിലൊക്കെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അവർ കുറെ റിസർച്ച് ചെയ്യും, കുറെ പ്ലാൻ ചെയ്യും, കുറെ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യലാണ്, പ്ലാൻ ചെയ്യലല്ല. അപ്പം അതാണ് എൻ്റെ ഒരു തീസിസ്. അത് പ്ലാനിങ് ചെയ്തിരിക്കത്തേ ഉള്ളൂ. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താ, നമ്മുടെ ഒരു കൺവിക്ഷനാണ്. അപ്പം നമ്മുടെ കൺവിക്ഷനാണ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കൺവിക്ഷൻ എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. കാരണം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മുടെ കസ്റ്റമേഴ്സാണ്. ഇപ്പം സുനിലായാലും തുടങ്ങിയിട്ട് ഒരുപാട് പിവോട്ടുകൾ ചെയ്തിട്ടുണ്ടാവും. ഇനീഷ്യലി കുറെ സർവീസസ് ചെയ്തിട്ടുണ്ടാവും, പിന്നീട് അത് എല്ലാം ഇവോൾവ് ആയി വരുന്നു. അപ്പൊ ആ എങ്ങനെ ഇവോൾവ് ആവുന്നത് നമ്മുടെ കൺവിക്ഷൻ ആണോ? ആണ്. പക്ഷെ നമ്മുടെ കൺവിക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്താ, നമ്മുടെ കസ്റ്റമേഴ്സ് തരുന്ന റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് ആണ്. അവർക്ക് എന്ത് വേണം. അതെ, അപ്പൊ അവർക്ക് എന്ത് വേണമെന്ന് നമ്മൾ എങ്ങനെ അറിയാം? മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാലാണ്. മാർക്കറ്റിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുകയാണെന്നുള്ളത്, അതായത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഒരു ഐഡിയ ഉള്ള ഒരാൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്റർവെല്ലിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? അത് കമ്പനി രജിസ്റ്റർ ചെയ്യുമായിരുന്നു? അല്ലല്ല, ഇന്റർവെല്ലിൽ പലർക്കും ഒരു തോട്ടാണ്, കമ്പനി രജിസ്റ്റർ ചെയ്താൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, വെബ്സൈറ്റ് വേണം. അല്ലല്ല, ഒരിക്കലും അല്ല. ഇന്റർവെല്ലിന്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഇന്റർവെല്ലിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ആ സ്ക്രിപ്റ്റ് നമ്മളൊരു നോട്ടീസിൽ പ്രിന്റ് ചെയ്തു. നമ്മളത് ഭയങ്കര റൂറൽ സ്പേസ് ആണ്, അതായത് അന്നൊരു ഡിജിറ്റൽ ആഡിനൊന്നും പ്രസക്തി ഇല്ലാത്തൊരു കാലഘട്ടമാണ്. 2018-19 സമയം, 18 എൻഡ് 19 തുടക്കം. അപ്പൊ ആ സമയത്ത് നമുക്ക് അന്ന് അറിയാവുന്ന ഏക മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രത്തിന്റെ ഉള്ളിൽ നമ്മൾ നോട്ടീസ് ഇടും. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സ്ട്രാറ്റജി. ഒരു പുതിയ കട വരികയാണെങ്കിൽ അവരെ ആളുകളെ അറിയിക്കൽ പത്രത്തിനുള്ളിൽ നോട്ടീസ് ഇട്ടിട്ടാണ്, പോസ്റ്റർ എവിടെയെങ്കിലും ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പത്രത്തിന്റെ ഉള്ളിൽ നോട്ടീസ് ഇട്ടിട്ട് നമ്മളത് പത്രത്തിന്റെ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ നോട്ടീസും കൊണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് നമ്മൾ പാരന്റ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്തു. 1-on-1 ആണ്, ഇങ്ങനെയാണ് പരിപാടി, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും, ഫീസ് ഒന്നും നിങ്ങൾ തരണ്ട, നിങ്ങൾ കുട്ടികളെ ഈവനിങ് ഒന്ന് ഞങ്ങൾ പറഞ്ഞയച്ചാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ നമ്മുടെ ഒരു 10 to 20 കസ്റ്റമേഴ്സ് നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ഡോർ ടു ഡോർ ആണ് നമ്മൾ അക്യൂർ ചെയ്തത്. അന്ന് ഇന്റർവെൽ ബ്രാൻഡ് ഉണ്ടായിരുന്നോ? പിന്നീടാണോ? ഇല്ല, ബ്രാൻഡൊക്കെ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഈ ബ്രാൻഡ് ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യത്തില്ല, അങ്ങനത്തെ കുറെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റ് ആണ്, ബ്രാൻഡ് ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, പൈസ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരോടൊക്കെ എന്തായിരിക്കും പറയാനുള്ളത്? അത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് ഇത്തരം നോളജ് ഇല്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയില്ല ഒരു ബ്രാൻഡ് വേണം. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബിസിനസ് അക്കൗണ്ട് വേണം എന്നുള്ളതൊന്നും നമുക്ക് അന്ന് അറിയില്ല. ബിസിനസ്സിനായിട്ട് യൂസ് ചെയ്യുന്നത് അറിയാം. നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നത് 2016-17 സമയത്താണ്. കാരണം ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞു, എൻട്രൻസ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അക്കൗണ്ട് തുടങ്ങുന്നത്. ഞാൻ പോലും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫെമിലിയർ ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഞാനും എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ഫ്രണ്ട് കൂടിയാണ് ആദ്യം നമ്മൾ ഹോം ട്യൂഷൻ്റെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അവനും എനിക്കും അറിയാവുന്ന ഏക സ്ട്രാറ്റജി ഇതായതുകൊണ്ട് നമ്മൾ ഹോം ട്യൂഷൻ അവൈലബിൾ അല്ലെങ്കിൽ ടീച്ചർ അവൈലബിൾ 1-on-1 എന്നുള്ള കുറച്ച് കീവേഡ്സ് മാത്രം യൂസ് ചെയ്തു. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ മാത്രം യൂസ് ചെയ്തു. ഇത്രയേ ഉള്ളായിരുന്നു. നമുക്ക് ഗൂഗിൾ ബിസിനസ് അല്ലേ? അല്ലല്ല, നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു നോട്ടീസിൽ ഈ കീവേഡ്സ് മാത്രം യൂസ് ചെയ്തു. അതായത് ഒരു പോസ്റ്റർ, ആ കീവേഡ്സ് യൂസ് ചെയ്തു, ഫോൺ നമ്പർ യൂസ് ചെയ്തു, അതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പറയുന്ന സമയത്ത് എൻ്റെ ഒരു കഥ കൂടെ ഞാൻ പറയാം. ഞാൻ ആക്ച്വലി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗോട്ട് വരുന്നതിന് മുന്നേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ ട്യൂഷൻ സെന്റർ തന്നെയായിരുന്നു. അത് +1+2 ആയിരുന്നു. കാരണം എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ട്യൂഷൻ അടൂര് പെരിങ്ങനാട്. അതിന് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിന് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഞാൻ M.Tech എടുത്ത സമയത്ത് B.Tech സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നാട്ടിൽ കൊറോണ ആയ സമയത്ത് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മളവിടുത്തെ നാട്ടിലെ വലിയ പഠിപ്പിയായത് കാരണം എല്ലാ വീട്ടുകാരും അവിടെ പോയി പഠിക്കുന്നു പറഞ്ഞ് കൊണ്ടുവിടുമായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഒരു 10-15 സ്റ്റുഡൻസോളം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ ആക്ച്വലി ഗൂഗിൾ മീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബേസിക് ട്യൂഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കാരണം ഇപ്പോഴും എനിക്ക് കോൾ വരും ട്യൂഷൻ എടുക്കുമെന്ന് ചോദിച്ചിട്ട്. എനിക്ക് ഗൂഗിൾ മൈ ബിസിനസിനെ കുറിച്ചൊന്നും അധികം കേട്ടിട്ട് പോലും ഇല്ല. എനിക്ക് തോന്നുന്നത് അതൊക്കെ ഒരുപാട് കോവിഡ് ഒക്കെ കഴിഞ്ഞ ഒരു 2021-22 സമയത്താണ് ഞാനൊക്കെ ഗൂഗിൾ ഡിജിറ്റലിനെ പറ്റിയിട്ട് ഒരു ഫൗണ്ടർ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇന്ന് തീർച്ചയായിട്ടും, കാരണം ഇന്ന് എല്ലാവർക്കും അത് തീർച്ചയായിട്ടും അറിയാം. അന്ന് നമുക്ക് ആർക്കും ഇത് അറിയില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്കും ഇത് അറിയില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ ഡിജിറ്റലിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടി. പിന്നെ നമ്മുടെ എല്ലാ ചിന്തയും ഈ കസ്റ്റമേഴ്സിന് എങ്ങനെ നല്ല സർവീസ് കൊടുക്കാം എന്നുള്ളതായിരുന്നു. ഓർഗാനിക്കലിയാണ് നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് റെഫറൽസ് ത്രൂ ആയിരുന്നു നമ്മുടെ 100% കൺവേർഷൻസ് ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാ ലീഡും വന്നത് റെഫറൽസ് ത്രൂ മാത്രമായിരുന്നു. ഒരു 2020 വരെയെങ്കിലും 2020 ആ കോവിഡ് ഒക്കെ തുടങ്ങുന്ന സമയത്താണ് ഇന്ന് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ആദ്യം ഫിസിക്കലിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവിഡ് ലോക്ക്ഡൌൺ വന്നു, അതോടുകൂടി നമ്മൾ മൊത്തം ഷട്ട് ചെയ്യേണ്ടി വന്നു. പിന്നീട് എപ്പോഴാണ് ഇന്റർവെൽ എന്നുള്ളൊരു
ഇന്റർവെൽ ആക്ച്വലി ഒരു 2019 സമയത്ത് തന്നെയാണ് നമ്മൾ ഇന്റർവെലിന്റെ 2018 ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഇന്റർവെൽ എന്നുള്ള പേരൊക്കെ വെച്ചിട്ട് നമ്മൾ കോഫൗണ്ടേഴ്സ് എല്ലാവരും കൂടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് തുടങ്ങുന്നത് ശരിക്കും കോവിഡ് കഴിഞ്ഞ് സ്കൂൾ റീഓപ്പൺ ചെയ്യുന്ന സമയത്ത്. അതായത് കോവിഡിന്റെ സമയത്ത് നമുക്ക് ഒരു 150 സ്റ്റുഡൻസ് അക്രോസ് നമ്മുടെ കുറച്ച് നൈബറിംഗ് വില്ലേജസ് ഫിസിക്കൽ നമ്മുടെ നൈബറിംഗ് വില്ലേജസിൽ ഒരു 150 സ്റ്റുഡൻസ് ഉള്ളൂ. അപ്പോൾ ഇവർക്ക് നമ്മൾ എങ്ങനെ ക്ലാസ്സുകൾ കൊടുക്കും? ഈ കുട്ടികളെ ഞങ്ങൾ ഒരു 1-2 ഇയേഴ്സിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്തതാണ് ഇവരുടെ പല സ്കിൽസും. റീഡിങ് സ്കിൽസ് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് വായിക്കാൻ പോലും അറിയാത്ത കുട്ടികളൊക്കെ നമ്മൾ ആ രീതിയിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് ഓരോ ദിവസവും നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ ഒരു 8ാം ക്ലാസ് ലെവലിലേക്ക് നമ്മൾ എത്തിച്ചിട്ടേ ഉള്ളൂ. അപ്പം ശരിക്കും ഈ കോവിഡിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമ്മൾ റിയലൈസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 6ാം ക്ലാസ്സിലുള്ളൊരു കുട്ടി, ഈ കുട്ടി 8ാം ക്ലാസ്സിലേക്കാണ് പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാ പേരൻസും എല്ലാ ടീച്ചേഴ്സും വിചാരിച്ചത് ഇവർക്ക് 7ാം ക്ലാസ്സിലെ പോർഷൻ മിസ്സായി, അത് 7ഉം 8ഉം കൂടെ അടിച്ചു വിട്ട് ഒരു വർഷം കൊണ്ട് പഠിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. ആക്ച്വലി സംഭവിച്ചത് ഇതല്ല. 6ാം ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി തിരിച്ച് 8ാം ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ കുട്ടി ഒരു 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെ പഠിച്ച സ്കില്ലുകളാണ് കുട്ടിക്ക് നഷ്ടപ്പെട്ടത്. റീഡിങ് സ്കില്ല് നഷ്ടപ്പെട്ടു, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പോലത്തെ അരിത്തമെറ്റിക് സ്കിൽസ് നഷ്ടപ്പെട്ടു, തിങ്കിങ് സ്കില്ല് നഷ്ടപ്പെട്ടു, ക്രിയേറ്റീവ് സ്കില്ല് നഷ്ടപ്പെട്ടു. കാരണം 2 വർഷം കുട്ടി ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. കുട്ടി മോസ്റ്റ്ലി അവർ ടിവിയോ അല്ലെങ്കിൽ യൂട്യൂബ് പോലുള്ള പരിപാടികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പരിപാടികളിൽ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ യൂസ് ചെയ്യാത്ത പല സ്കിൽസും അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇത് സംഭവിക്കരുത് എന്നുള്ള നല്ല ഉറച്ച തീരുമാനം നമ്മൾ ഇനീഷ്യലി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെ കാറ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ തുടങ്ങുന്നത്. അപ്പൊ ഓൺലൈനിൽ തുടങ്ങി കുട്ടികളൊക്കെ നമ്മൾ ഓൺലൈനിൽ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഈ 100-150 പിള്ളേർ അങ്ങനെ എന്തോ 120-130 അങ്ങനെ എന്തോ. അപ്പോൾ കോവിഡ് കഴിഞ്ഞ് സ്കൂൾ റീഓപ്പൺ ചെയ്തപ്പോൾ അന്നാണ് ശരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, ഓക്കെ ഓൺലൈനിൽ ഇത് കൊടുക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊരു ടെക് ബിസിനസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, നമുക്ക് ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ബിസിനസിന്റെ സക്സസ് ഇരിക്കുന്നത് കസ്റ്റമറിനെയും അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിനെയും മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് GCC റെഫറൻസ് വരുമ്പോഴാണ്. അതായത് നാട്ടിൽ പഠിച്ച കുട്ടികളുടെ GCCയിലുള്ള റിലേറ്റീവ്സ് വന്നിട്ട് നിങ്ങൾ അവർക്കൊക്കെ ഓൺലൈനിൽ ക്ലാസ് കൊടുക്കണ്ടല്ലോ, ആ ക്ലാസ് നമുക്കും തരുമോ എന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇതിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് ശരിക്കും റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ 2021 നമ്മൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ലീഗൽ കമ്പനി ആയിട്ട് മാറ്റുന്നതും ഇതിന്റെ സ്കെയിലബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതും നമ്മൾ ഇതിനൊരു ബ്രാൻഡായിട്ട് പെർസീവ് ചെയ്യുന്നതും ഇതിനൊരു ബിസിനസ് ആയിട്ട് പോലും പെർസീവ് ചെയ്യുന്നത് നമ്മൾ ശരിക്കും ഒരു 2020-21 സമയത്താണ്. ലീഗൽ ഫോർമാലിറ്റീസിലോട്ട് പോകുന്നതിന് മുന്നേ ഫ്രണ്ട്സുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ പാർട്ണർഷിപ്പ് ബിസിനസ്, കൂട്ടുകാർ കൂടി ചേർന്ന് അവസാനം എല്ലാവരും തല്ലിപ്പിരിഞ്ഞ് പല വഴിക്ക് പോകുന്നത്. ഞാൻ പ്യൂർ ലക്കാണെന്നാ പറയുന്നത്. കാരണം ഞാൻ ആക്ച്വലി ഇന്റർവെല്ലിലുള്ള എന്റെ കോഫൗണ്ടേഴ്സ് എന്റെ ഫ്രണ്ട്സ് അല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ്. പക്ഷെ അത് അവരുടെ ഹയർ സ്റ്റഡീസ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ അത് തുടങ്ങി അവസാനിച്ചു, പിന്നെയും തുടങ്ങും, പിന്നെ അവസാനിക്കും, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ കോളേജിലെ ഫ്രണ്ട്സിന്റെ കൂടെയും ഞാൻ പല എഡ്യൂക്കേഷണൽ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്റർവെല്ലിൽ സ്റ്റാർട്ട് ചെയ്ത എന്റെ കോഫൗണ്ടേഴ്സ് ആരും എന്റെ കൂടെ ഡയറക്റ്റ്ലി പഠിച്ചവരല്ല. ഞങ്ങൾ ഒരേ വില്ലേജിലുള്ളവരുമല്ല. മീൻസ് ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ, ഒരു 5 to 10 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷെ ഇന്റർവെൽ തുടങ്ങുന്നവരെ ഞങ്ങൾക്ക് പരിചയമില്ല. ഞങ്ങൾ തമ്മിലുള്ള ലിങ്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 5 പേരാണ്. 5 പേരിൽ Aയും Bയും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. Bയും Cയും കോളേജിൽ ഒരുമിച്ച് പഠിക്കായിരുന്നു. Cയും Dയും കോളേജിൽ ജൂനിയർ സീനിയർ ആയിരുന്നു. എൻ്റെ അനിയനും Bയും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ അനിയനും Aയും കോളേജിൽ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 പേരല്ലായിരുന്നു. നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ത്രൂ ഒരു 10-12 പേര് ഒരുമിച്ച് കൂടിയിട്ടാണ് ഇനീഷ്യലി ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഇവോൾവ് ആയി പിന്നെ 5 പേരാണ് ലാസ്റ്റ് ചെയ്തത് മാത്രം. ബാക്കിയുള്ളവരൊക്കെ പല ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ വേറെ പേഴ്സണൽ റീസൺസ് കാരണം പോവുകയാണ് ഉണ്ടായത്. ഈ ഒരുപാട് ആൾക്കാർ പാർട്ണർഷിപ്പ് ബിസിനസ് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണല്ലോ, ആരെന്ത് ഹാൻഡിൽ ചെയ്യും, എന്ത് പൊസിഷൻ പോകും, ചിലപ്പോൾ ഈഗോയും കാര്യങ്ങളൊക്കെ വരാം. ഹൗ യു മാനേജ് ഇറ്റ് ആക്ച്വലി? നമ്മളത് ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഇനീഷ്യൽ കാലഘട്ടമായാലും ഇന്റർവെല്ലിന്റെ ഇനീഷ്യൽ കാലഘട്ടമായാലും എപ്പോഴും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കസ്റ്റമേഴ്സ് ആയിരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെ ഇടയിൽ ഒരു ഇൻവോളണ്ടറിലി അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലി എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു ബ്രാൻഡ് ഫസ്റ്റ് തിയറി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് നമ്മളെങ്ങനെ ഡെവലപ്പ് ചെയ്തതൊന്നുമല്ല. അതായത് ഇന്റർവെല്ലാണ് ഫസ്റ്റ്, വ്യക്തികളല്ല, ഇന്റർവെല്ലാണ് ഫസ്റ്റ് എന്നുള്ളത്. അപ്പം ഇന്റർവെല്ലിന്റെ ഓരോ സ്റ്റേജിലും ഇന്റർവെല്ലിന് എന്താണോ നല്ലത് ആ ഡിസിഷൻ ആയിരുന്നു നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ലിറ്റ്മസ് ടെസ്റ്റ് അതാ. നമ്മളൊരു തീരുമാനം മുന്നോട്ട് വെച്ചു, പിന്നെ ആളെ ഹയർ ചെയ്യാം അല്ലെങ്കിൽ ഇന്നാളെ ഫയർ ചെയ്യാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സുഖം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ഇന്റർവെല്ലിന് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ.
അല്ലെങ്കിൽ ഇന്ന ഫൗണ്ടർ CEO ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന ഫൗണ്ടർ CEO ആയി കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർവെലിന്റെ തുടക്ക കാലഘട്ടത്തിൽ, അതായത് ലീഗൽ സ്ട്രക്ചർ വന്നതിന് ശേഷം 2021 2023 ഇടയിൽ, ആ 2 വർഷത്തിന്റെ ഇടയിൽ പലതവണ നമ്മൾ CEO മാറിയിട്ടുണ്ട്, COO മാറിയിട്ടുണ്ട്. ഇന്റർവെലിന്റെ ഞാൻ CEO ആയിരുന്ന സമയത്ത് ഇന്റർവെലിന്റെ COO രാഹുൽ എന്ന് പറഞ്ഞിട്ട് ആളായിരുന്നു. രാഹുൽ കണ്ണൂരായിരുന്നു, എക്സ്റ്റേണൽ മെമ്പർ ആയിരുന്നു, നമ്മുടെ ഫൗണ്ടിങ് മെമ്പർ അല്ല. രാഹുലിനെ കൊണ്ടുവരുന്നത് ആക്ച്വലി എൻ്റെ ഒരു കോഫൗണ്ടർ ആയിട്ടുള്ള ഷിബിലി CEO എന്ന് മാറിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആ ബോർഡ് ഡിസിഷൻ, ഞങ്ങൾ 5 പേരെ ബോർഡ് ഡിസിഷനുള്ളൂ, പക്ഷെ അന്ന് ബോർഡ് ഡിസിഷൻ 5-0 ആയിരുന്നു. അതായത് 5 പേര് യുനാനിമസ്ലി എടുത്ത തീരുമാനമായിരുന്നു ഷിബിലിയെ മാറിയിട്ട് രാഹുൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ടുവരാന്നുള്ളത്. അതൊരു പക്ഷേ ഷിബിലിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ രാഹുലിന് കഴിവ് കൂടിയതുകൊണ്ടാണോ എന്നുള്ളതല്ല. ആ സ്റ്റേജിൽ രാഹുലിനെ പോലത്തെ ഒരാളായിരുന്നു വേണ്ടി. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 100-120 എംപ്ലോയീസ് ഉള്ള ഒരു സമയം 2023. അപ്പോൾ ആ സമയത്ത് ഒരു 100-120 ആളുകളെ ഹാൻഡിൽ ചെയ്യുമ്പം അത് ദാറ്റ് ഈസ് നോട്ട് ആൻ ഈസി തിങ്. അതിലൊരുപാട് പൊളിറ്റിക്സ് ഉണ്ട്, ഒരുപാട് ടീം ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം 100 ആളുകൾ, അതും 100 ജെൻസികളാണ്. അപ്പോൾ ഇവരെ ഓപ്പറേഷൻസിൽ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് പ്ലേ ബുക്ക്. അപ്പോൾ ആ പ്ലേ ബുക്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള, കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് അപ്രോച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളെ വേണം എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നാണ് നമ്മളൊരു എക്സ്റ്റേണൽ മെമ്പർ CEO ആയിട്ട് കൊണ്ടുവരുന്നത്. ഈ CEO അങ്ങനത്തെ കുറേ ഈ കോർപ്പറേറ്റ് സ്ട്രക്ചറിലോട്ടൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ജെനുവിൻലി ഉള്ളൊരു സംശയമാണ്, ലൈക്ക് ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? ഈ CEO എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ CEO ആരായിരിക്കണം എന്നാണ് തീരുമാനിക്കുന്നത്, ഡയറക്ടർ ബോർഡ്, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നത്? ആക്ച്വലി എല്ലാം നമ്മൾ അഗൈൻ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇന്റർവെലിന് ബ്രാൻഡ് ഫസ്റ്റ് എന്നുള്ളൊരു അപ്രോച്ച് ഉണ്ട്, അതൊരു തമ്പ് റൂൾ ആയിട്ട് അവിടെ വെക്കുന്നു. ഇനി നമുക്കിപ്പോൾ ഒരു യൂസ് കേസ് എടുക്കാം. ഞാൻ നമ്മുടെ തന്നെ ഇന്റർവെലിന്റെ സ്റ്റോറിൽ നിന്ന് ഒരു യൂസ് കേസ് എടുക്കാം. ഇപ്പൊ ഇന്റർവെലിൽ ഒരു 120 എംപ്ലോയീസ് ആയി എന്നിരിക്കും, ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇരിക്കുകയാണ്. അപ്പം ഇന്റർവെലിന് അത് വരെയുള്ള കുറെ സ്വഭാവങ്ങളുണ്ടാവും കൾച്ചർ റിലേറ്റഡ് ആയിട്ട്. ചിലപ്പോൾ ഒരു അസേർട്ടീവ് കാര്യമായിരിക്കും, അതായത് നമ്മൾ മേലെ ഒരു കാര്യം തീരുമാനിക്കുന്നു, ആ തീരുമാനങ്ങൾ ചിലപ്പോൾ ഒരു അരമണിക്കൂറിനെ കൊണ്ട് തന്നെ ഏറ്റവും റൂട്ട് എൻഡിലുള്ളവരെല്ലാം എല്ലാവരും അറിയുന്നു, അവർ അടുത്തൊരു 7 ഡേയ്സിനെ കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ 120 മെമ്പേഴ്സ് പോവുക. മെമ്പേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ഈ 120 ഉള്ളത് 200 ആകുമ്പോൾ ഒരു പക്ഷേ ഇത് ഒരിക്കലും നടക്കില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. അത് അങ്ങനെ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്തായിരിക്കും? നമ്മുടെ ലീഡർഷിപ്പിന്റെ ഒരു സ്വഭാവം മാറ്റണം. അപ്പൊ എന്തിനാ സ്വഭാവം മാറ്റുന്നത്? നാളെ നമ്മളൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൂട്ട് എൻഡ് വരെ എത്തില്ല. അത് തീരുമാനം നമ്മുടെയും കൂടെ കുറച്ച് താഴെ ലെവൽ എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ അവിടുന്ന് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അതായത് അവർക്ക് ഓണർഷിപ്പും വേണം. അപ്പൊ എൻ്റെ ടോപ്പ് ലെവൽ CXO ലെവൽ കഴിഞ്ഞാൽ ഒരു മാനേജർ ലെവൽ ഉണ്ടാവും, അതിന്റെ അടിയിൽ ഒരു മാനേജർ ലെവൽ ഉണ്ടാവും. അപ്പൊ മേ ബി മാനേജർ ലെവലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടെ ഇത് റൂട്ടിലേക്ക് എത്താൻ എക്സിക്യൂട്ട് ചെയ്യാനും പ്രോബബിലിറ്റി കൂടുതൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓണർഷിപ്പ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള മാനേജേഴ്സ് വേണം, അവർക്ക് ഓണർഷിപ്പ് എടുത്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള എൻവയോൺമെന്റും വേണം. അപ്പൊ ഈ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈൽ മാറേണ്ടി വരും. അപ്പോൾ ഓക്കെ, ലീഡർഷിപ്പ് സ്റ്റൈൽ മാറണം എന്നുള്ളത് നമ്മുടെ ഇടയിൽ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റൈലിലേക്ക് മാറണം എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റൈൽ ആർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും, അതായിരിക്കും അപ്പൊ നെക്സ്റ്റ് ബിഗ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു മീറ്റിംഗ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തീരുമാനം പറയാനും ആ തീരുമാനം എല്ലാരെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പം ചിലപ്പോൾ അതായിരിക്കും ആ സ്റ്റേജിൽ വേണ്ടി വരിക. ചിലപ്പോൾ മറ്റൊരു സ്റ്റേജിൽ വേണ്ടി വരിക ഒരു 15 പേര് ഇരിക്കുന്ന ഒരു സദസ്സിൽ 15 പേരെയും കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു തീരുമാനം കൊണ്ടുവരേണ്ടി വരും. ചിലപ്പോൾ അത് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ ഓൾറെഡി ഒരു തീരുമാനം ബോർഡ് എടുത്തിട്ടുണ്ടാവും. ആ തീരുമാനം എന്ന് പറയുന്നതിന് പകരം ആ തീരുമാനം മുന്നിലിരിക്കുന്ന 15 പേരെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരും. അപ്പൊ ഇത് രണ്ട് സ്കില്ല. അതായത് ഒരു തീരുമാനം പറയുകയും അത് എല്ലാവരും അനുസരിക്കുകയും ചെയ്യുന്നതും, ഒരു തീരുമാനം വിചാരിക്കുകയും അത് എല്ലാവരെ കൊണ്ട് വിചാരിപ്പിക്കുകയും എന്നിട്ട് അവരെ കൊണ്ട് ബാക്കിയുള്ളവരെ അനുസരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് രണ്ട് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. അപ്പം നമ്മൾ 5 പേരെ കുറിച്ച് 5 പേർക്ക് നല്ല ബോധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോ സ്റ്റേജിലും ആരാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ നമ്മളൊരു റെസൊല്യൂഷൻ മുന്നിൽ വെക്കും, അത് നമ്മളൊരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സൊക്കെ ചെയ്യാം. അതിനനുസരിച്ച് താഴോട്ട് തീരുമാനങ്ങൾ പോകാം. ഈ ബോർഡ് മെമ്പേഴ്സിന്റെ കേസ് കൂടെ പറഞ്ഞിട്ട് നമുക്കൊന്ന് അടുത്തോട്ട് പോകാം. ആരൊക്കെയാണ് ബോർഡ് മെമ്പർ ആവേണ്ടത്? ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് എക്സ്റ്റേണൽ ആയിട്ട് ആൾക്കാരെ നിങ്ങൾ ബോർഡ് മെമ്പേഴ്സ് ആയിട്ട് എടുക്കാറുണ്ട് ചില കേസുകളിലൊക്കെ. അത് ഏതൊക്കെ സിനാരിയോ ആണ്, ആരൊക്കെയാണ് ബോർഡ് മെമ്പേഴ്സ് ആവാറുള്ളത്? ബേസിക്കലി ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ഏറ്റവും ടോപ്പ് ടിയറിൽ വരുന്ന തീരുമാനങ്ങളാണ് ബോർഡിൽ വരുന്നത്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് ആക്ച്വലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏത് രീതി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയൊക്കെ ആണെന്ന് കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ക്ലാരിറ്റി മനസ്സിലായി. അപ്പം ബേസിക്കലി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്കും LLPകൾക്കുമാണ് ബോർഡ് ഉണ്ടാവാറുള്ളത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ബോർഡ് ഫോം ചെയ്യാറില്ല.
അതും പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ബോർഡ് റെസൊല്യൂഷൻസ് ഒക്കെ നിർബന്ധമാണ്. അതായത് ഒരു ബോർഡ് ഉണ്ടായിരിക്കണം, ആ ബോർഡിൽ ഇത്ര മെമ്പേഴ്സ് വേണ്ടി വരും, 2+ മെമ്പേഴ്സ് വേണ്ടി വരും. ആ ബോർഡ് ഒരു വർഷത്തിൽ 4 AGM ആനുവൽ ജനറൽ മീറ്റിംഗ്സ് കൂടണം, അതിൻ്റെ ഫയൽ ചെയ്യണം, നമ്മൾ ആ ബോർഡിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു ഇതൊക്കെ നമ്മൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA ഫയൽ ചെയ്യണം. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പം ബോർഡിന്റെ ബേസിക്കലി ഏറ്റവും ടോപ്പ് ടിയറിലുള്ള ഡിസിഷൻസ് ആണ് ബോർഡിൽ നമ്മൾ എടുക്കുന്നത്. അപ്പം ഇപ്പൊ ഇന്റർവെല്ലിന്റെ കേസിലാണെങ്കിൽ ശരിക്കും 5 co-founders മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം വരെ, അതായത് 2025 മാർച്ച് വരെ ബോർഡിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഒരു ഇൻവെസ്റ്റേഴ്സിനും ബോർഡ് സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം റവന്യൂ എത്തി ഭയങ്കര ഹയർ വാല്യുവേഷനിലാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്തത്. അപ്പം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് മൈനോറിറ്റി ഷെയർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡ് സീറ്റ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇപ്പം ഒരു മേജർ ഡീൽ നടന്നപ്പം നമ്മൾ രണ്ട് എക്സ്ട്രാ സീറ്റ്സ് നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഇൻവെസ്റ്റേഴ്സിന് 2 എക്സ്ട്രാ സീറ്റ്സ് കൊടുത്തു. ഇപ്പം 7 പേരുണ്ട് ബോർഡിൽ. അപ്പം ബോർഡിൽ ശരിക്കും ഫൗണ്ടേഴ്സ് മാത്രം മതി. എപ്പോഴാണ് നമ്മൾ എക്സ്റ്റേണലി മെമ്പേഴ്സിനെ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇപ്പോൾ 2-3 ഫൗണ്ടേഴ്സ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ ഡിസിഷനാണ് ശരിക്കും ആ കമ്പനിയുടെ ഫ്യൂച്ചർ തീരുമാനിക്കുക. അപ്പം ഫൗണ്ടേഴ്സിന് എന്തെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ, അതായത് ഞങ്ങളുടെ ഡിസിഷൻ കറക്റ്റ് ആണോ എന്നുള്ളൊരു വാലിഡേഷൻ എക്സ്റ്റേണലി വേണം എന്നുണ്ടെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ ഒരു CAയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ട്രെയിനറെ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റിനൊക്കെ എക്സ്ട്രാ ഒരു ബോർഡ് സീറ്റ് കൊടുത്തിട്ട് അവര് ലൈക്ക് ഒരു വാലിഡേഷന് വേണ്ടിയിട്ട്. സാലറിയും കൊടുക്കാറുണ്ട്, ചില കേസിലൊക്കെ ഇക്വിറ്റിയും കൊടുക്കാറുണ്ട്. ഏർലി സ്റ്റേജിൽ ഞാൻ ഏർലി സ്റ്റേജിൽ അങ്ങനെ ഇക്വിറ്റി അധികം സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ഇക്വിറ്റി ഒരു വെപ്പൺ പോലെയാ, അല്ലെങ്കിൽ ഒരു, ഞാൻ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റോക്കറ്റ് ഫ്യൂല് പോലെയാ. ഇപ്പൊ ഈ റോക്കറ്റ് ഫ്യൂലിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, വളരെ സ്പീഡിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അതേപോലെ തന്നെ നല്ലൊരു ശതമാനം റോക്കറ്റുകളും പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ താഴെ എത്താറില്ല. ഇതിന്റെ ഇടയിൽ ഇതെങ്കിൽ എപ്പോഴെങ്കിലും ഇല്ലാതായി പോകും. അപ്പൊ ഇതിന് 2 കൈൻഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഒരു ഡേഞ്ചറസ് തിങ് ആണ്. അതിന് ഇനീഷ്യലി ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷെ ഒരു പെയ്ഡ് സീറ്റ് ഒരു ബോർഡ് മെമ്പർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു ലീഗലി വാലിഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യലി വാലിഡേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും അല്ലെങ്കിൽ മെജോറിറ്റി, അതായത് 2 കൈൻഡ് ഓഫ് മെജോറിറ്റി ഉണ്ട്. ഒന്ന് സാധാരണ നമ്മുടെ സ്റ്റാൻഡേർഡ് രീതിയിൽ പറയുന്ന മെജോറിറ്റി ഉണ്ട്, അത് 51% വരുന്നത്. പിന്നെ സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്നതാണ് എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി എന്നുള്ളത്. നമ്മുടെ ഇടയിൽ 5-ൽ 4 പേര് അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ ഈ പാർട്ണർഷിപ്പ് അതേപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂട്ടുകാരിലൂടെ ചേർന്ന്, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരോട് ചേർന്ന് ഇന്റർവ്യൂവിൽ സ്റ്റാർട്ട് ചെയ്തു. ലൈക്ക് ഇതിന്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇക്വിറ്റി കാര്യങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. എത്ര പേര് എത്ര ഓണർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ്സിന് ശരിക്കും ഇത് എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? എന്തെങ്കിലും മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഉണ്ടോ, അതോ ഹൗ തിങ്സ് ആർ വർക്കിംഗ് ഇൻ കമ്പനി? എപ്പോഴും ഒരു കോ-ഫൗണ്ടിങ് ടീമിൽ ഒരു അപ്രഖ്യാപിത ക്യാപ്റ്റൻ ഉണ്ടാവും എന്തായാലും. അതായത് ഇവരെ ഗൈഡ് ചെയ്യുന്ന, ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മേ ബി അത് ഫസ്റ്റ് ഐഡിയ സജസ്റ്റ് ചെയ്ത ആളായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സെൻസിബിൾ ആയിട്ടുള്ള ആളായിരിക്കും. ഇപ്പൊ നമുക്കറിയാലോ, എല്ലാ ഗാങ്ങിലും ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും, ഒരു അൺഒഫീഷ്യൽ ക്യാപ്റ്റൻ. അപ്പൊ അതുപോലെ ഒരു ക്യാപ്റ്റൻ ശരിക്കും എല്ലാ കോ-ഫൗണ്ടിങ് ടീമിലും ഉണ്ടാവും. അപ്പൊ ആ ക്യാപ്റ്റൻ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ക്യാപ്റ്റൻ ആയിരിക്കും CEO. അപ്പൊ CEO ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും എടുക്കുന്ന റോൾ എന്താണ്, അവർ ഈ കമ്പനിയിലേക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അത് കമ്പനിയുടെ എക്സ്പെക്ടേഷൻ എന്താണ്, കോ-ഫൗണ്ടേഴ്സിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇക്വിറ്റി തീരുമാനിക്കുക. ഇക്വിറ്റി എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയാം. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ്. ഇപ്പൊ നമുക്ക് 1000 ഷെയർ ഉള്ള കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ 10% ഉള്ള ആൾക്ക് അതിൽ 100 ഷെയർ ഉണ്ടാവും. ഈ 10%-ാണെങ്കിൽ നമുക്ക് ഇക്വിറ്റി എന്ന് പറയാം. അപ്പൊ ലെറ്റ്സ് സേ 4 പേരാണുള്ളെങ്കിൽ 4 പേർക്ക് 25 വെച്ചിട്ട് 4 പേരും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബേസിക്കലി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറ്. ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഉണ്ടാകുന്ന പ്രശ്നമല്ല 50-50 എന്ന് പറഞ്ഞാണല്ലോ. 50-50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് ഇതൊരു ബോംബായി മാറും, പൊട്ടിത്തെറിക്കും. അപ്പം ബേസിക്കലി നമ്മളൊരു ബോംബ് പ്ലാൻ ചെയ്യുന്നതിന് തുല്യമാണ് ഈ 50-50 ഇക്വിറ്റി സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു 10% വെച്ച് 4 പേര് എടുക്കുക, 40% ബാക്കി 60% നമ്മൾ വെസ്റ്റ് ചെയ്യുക. അതായത് വെസ്റ്റഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് 4 പേർക്കും നമ്മൾ ഓവർ 4 ഇയേഴ്സിലേക്ക് കുറച്ച് മൈൽ സ്റ്റോൺസ് വെച്ചു. മാർക്കറ്റിംഗിന്റെ അയാൾ ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങളാണ്. CEO ഇത്ര ഫണ്ട് നമ്മൾ റേസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അവർ ഇത്ര സ്റ്റേറ്റിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്തിരിക്കണം. ആ രീതിയിൽ നമ്മൾ മൈൽ സ്റ്റോൺസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വിറ്റി വെസ്റ്റ് ചെയ്യുക. അത് ഓവർ പീരീഡ് ആയിരിക്കും കിട്ടുക, അതും മൈൽ സ്റ്റോൺസിലേക്ക് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പം 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും മൈൽ സ്റ്റോൺസ് ചെക്ക് ചെയ്യുന്നു, ഇക്വിറ്റി വെസ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഇയറിൽ നമ്മൾ വീണ്ടും ഇക്വിറ്റി വെസ്റ്റ് ചെയ്യുന്നു. തേർഡ് ഇയറിൽ നമ്മൾ വീണ്ടും മൈൽ സ്റ്റോൺസ് ചെക്ക് ചെയ്യുന്നു, ഇക്വിറ്റി വെസ്റ്റ് ചെയ്യുന്നു. അതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 2 യൂസ് കേസ് എടുക്കുക. 25 വെച്ച് സ്പ്ലിറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് 4 പേര് ഒരേ മോട്ടിവേഷനിൽ വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0. ഇതിൽ ഒരാൾ മേ ബി അയാൾ തുടങ്ങി എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഹൈ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒരാൾ മേ ബി അയാൾ ഹൈലി സ്കിൽഡ് ആണെന്നുള്ളത് കൊണ്ട് അയാൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. സ്കിൽഡ് അല്ലാത്ത ഒരാൾക്ക് സ്വാഭാവികമായിട്ട് മോട്ടിവേഷൻ കുറവായിരിക്കും. ഇനി ബെനിഫിറ്റ് ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ മോട്ടിവേഷൻ കുറവായിരിക്കും. കാരണം ബേസിക്കലി എന്താ ബെനിഫിറ്റ്,
അയാൾക്ക് ഇക്വിറ്റി ഓൾറെഡി കിട്ടി. ഇനി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിറ്റി കിട്ടാനില്ലല്ലോ ഇതിന്റെ പുറമെ. അതായത് 25 കിട്ടിക്കഴിഞ്ഞു, ഇനി ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 ഇല്ല. അപ്പൊ നമ്മൾ ഈ വെസ്റ്റ് ചെയ്യുമ്പോഴുള്ള സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അറിയാം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എന്റെ ബെനിഫിറ്റ് എന്താണ്, എന്ത് ഏൺ ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതൊരു മോട്ടിവേഷനാണ്. അപ്പൊ ബേസിക്കലി സ്കില്ലില്ലാത്ത ഇനീഷ്യലി നമുക്ക് ഇതിനൊരു ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് 4 കോഫൗണ്ടേഴ്സിന് സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്കില്ല് ഇല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഇന്റൻഷൻ ഇല്ലാത്ത ഒരാൾക്കൊക്കെ മേ ബി മോട്ടിവേഷൻ നിലനിർത്താൻ ഏറ്റവും ഈസിയസ്റ്റ് വേയും ഈ വെസ്റ്റഡ് ഇക്വിറ്റിയാണ്. അപ്പം ബേസിക്കലി എപ്പോഴും സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഴ്സ് തമ്മിൽ ട്രെയിൻ ഔട്ട് ആവുന്നത് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട് വരുന്നത്. ആ കോൺഫ്ലിക്റ്റുകൾ കുറക്കാനൊക്കെ ഈ വെസ്റ്റഡ് ഇക്വിറ്റി ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരിക്കലും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. ഇന്റൻഷനെ ഡിപ്പെൻഡ് ചെയ്ത് പറയും ഞാൻ. അതായത് റോങ് ഇന്റൻഷനിലുള്ളവരൊരിക്കലും സ്റ്റാർട്ടപ്പ് തുടങ്ങരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഒരു സിഇഒന്റെ ഡെസിഗ്നേഷൻ വേണം, അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ ഡെസിഗ്നേഷൻ വേണം. ഇന്ന് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാനൊക്കെ ഈസി ആണ് എന്നുള്ളതാണ് പല നാടുകളിലും പറയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ചു, അവിടെയൊക്കെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന്റെ എണ്ണം ക്രമാതീതമായിട്ട് കൂടി. അതുപോലെ പെട്ടെന്ന് റിച്ച് ആവണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഇന്റൻഷൻസ് ഉള്ളവർ ഒരിക്കലും സ്റ്റാർട്ടപ്പ് തുടങ്ങരുത്. കാരണം ഇവർ പെട്ടെന്ന് ഫെയിലാവും. ഫെയിൽ ആയി കഴിഞ്ഞാൽ മേ ബി ഇവർ കുറച്ച് ബിഗ് ആയിട്ടൊക്കെയാണ് ഫെയിൽ ആവുന്നതെന്നുണ്ടെങ്കിൽ ഇത് എക്കോസിസ്റ്റത്തിനെ ബാധിക്കും. അപ്പൊ എപ്പോഴും ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ ആ ഡെസ്പറേഷൻ ഉള്ളവർ, ആ പാഷനേറ്റ് ആയിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്നിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ മതി. ആ റോങ് ഇന്റൻഷൻ ഉള്ളവർ സ്റ്റാർട്ടപ്പ് തുടങ്ങരുത്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നുള്ള ഒരിക്കലും നിങ്ങളൊരു ഗോൾ ആയിരിക്കരുത്. ഒരിക്കലും ഗോൾ ആയിരിക്കരുത്. അതിന് ഏറ്റവും ഈസിയസ്റ്റ് വല്ല മറ്റേ ട്രേഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം. അതാവുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഡേ 1 തന്നെ ഫെയിൽ ആവും. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. സ്റ്റാർട്ടപ്പ് സമയം എടുക്കും. ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുടെ എല്ലാവരും മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ആ പൈസ എടുത്ത് ജീവിക്കുന്നു, വീണ്ടും ബിസിനസ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു. ശരിക്കും ഒരു ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന്റെ ഒരു മൈൻഡ് സെറ്റ് അതായിരിക്കണമായിരിക്കും. ബിസിനസ്സിന് തന്നെ ശരിക്കും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നോർമലി ട്രേഡിങ് ചെയ്യാം. ജനറൽ ട്രേഡിങ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഹോൾസെയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കുന്നു, അതിനൊരു മാർജിൻ ഇട്ടിട്ട് റീറ്റെയിൽ കൊടുക്കുന്നു. ഇതും ബിസിനസ്സാണ്. ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന് പറ്റുന്ന ഒരുപാട് ഫീൽഡും സെക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ മേ ബി അതായിരിക്കും ഈസിയസ്റ്റ് വേ. ഇപ്പം ലെറ്റ്സ് സേ നമ്മളിപ്പം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചിട്ട് തന്നെ ഇപ്പം നോർത്തിൽ പോയിട്ട് കാർ മേടിച്ചു കൊണ്ടുവരുന്നു, ഇവിടുന്ന് ഒരു 10 ലക്ഷം രൂപ കയറ്റിയിട്ട് വെക്കുന്നു. അങ്ങനെ റിച്ച് ആയിട്ടുള്ള ഒരുപാട് പേര് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട് ചെയ്യാൻ. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്ന് റിച്ച് ആവാനുള്ള ഒരു വഴിയല്ല. കാരണം സ്റ്റാർട്ടപ്സിന് ടിപ്പിക്കലി ഒരു 5 to 8 years ബഫർ ഉണ്ട്. 5 to 8 yearsന്റെ ഉള്ളിൽ ആർക്കും റിച്ച് ആവാൻ പറ്റില്ല. ഇപ്പൊ എന്നെ അറിയുന്നവര് വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ആയതാണെന്നുള്ള. അല്ല, ഞാൻ 2016 മുതൽ പല കൈൻഡ് ഓഫ് ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്. 2018 മുതൽ എഡ്ടെക് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും ഞാൻ 2025 ഇറങ്ങുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 9-10 years ആയി. അപ്പം ബേസിക്കലി ആ ഒരു 5 to 8 years മിനിമം ബഫർ പീരീഡ് ഉണ്ട്. ഒരു സാധനം നമ്മൾ ബിൽഡ് ചെയ്ത് സ്കെയിൽ ചെയ്ത് 2-3 years ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ഓൺ ആൻ ആവറേജ് ഒരു 5 to 8 years മിനിമം വേണം. ആ സമയമുള്ളവർ മാത്രമേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. അപ്പം നമ്മൾ 8 years ടൈം പീരീഡ് വേണം, എന്നാൽ മാത്രമേ നമുക്കൊരു സ്കെയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം എല്ലാവർക്കും വരാൻ പോകുന്ന ഒരു ജനറൽ സംശയമായിരിക്കും, ആസ് എ ഫൗണ്ടർ ഹൗ ദേ ആർ ഗോയിങ് ടു സർവൈവ്. ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ബിസിനസ് വാട്ടോ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ എന്നാലും അതിനാണ് അവർ ടൈമും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരാൾ സർവൈവ് ചെയ്യേണ്ടത്? സർവൈവ് ഇൻ ദ സെൻസ് പല രീതിയിലുള്ള സർവൈവൽ ഉണ്ട്. ഈ ഫാമിലി പ്രഷർ, സോഷ്യൽ പ്രഷർ, ഫ്രണ്ട്സിന്റെ പ്രഷർ, പണം ഉണ്ടാക്കണം. ചിലപ്പം വീട്ടിൽ പണം ആവശ്യമുള്ളവരുണ്ട്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ ഫ്രണ്ട്സിന്റെ പ്രഷർ, സോഷ്യൽ പ്രഷർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് ഇവരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അത്തരം പ്രഷറുകൾ തരുന്ന ആളുകളാണെങ്കിൽ ഇവരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. വേറൊരു മാർഗ്ഗമില്ല. കാരണം അവരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. പിന്നെ ഫാമിലിയോടുള്ള കമ്മിറ്റ്മെന്റ് അത് ഓരോരുത്തരുടെ വാല്യൂസിനനുസരിച്ചാണ്. ചിലർക്ക് മേ ബി ഡേ 1 മുതൽ ഫാമിലി ഒഴിവാക്കിയിട്ട് ചെയ്യാൻ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അത് അവരുടെ ഇഷ്ടം. ഫാമിലിക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കണം, ഫാമിലിക്ക് ഇനി ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പോയിട്ട് വല്ല ജോലിയും ചെയ്യുക. ജോലി ചെയ്തിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കുക. എന്നിട്ട് ഫാമിലിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4-5 years ഞാൻ ഏൺ ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ഫാമിലി ലൈക്ക് ദേ വോണ്ട് ഗോ ടു പോവർട്ടി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അവർ ഭക്ഷണം കഴിക്കും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അവർക്ക് ഷെൽട്ടർ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആ ഉറപ്പിൽ നിന്നുകൊണ്ട് മാത്രം സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ പ്രിവിലേജസും ഡിഫറെൻ്റ് ആണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് പ്രിവിലേജ്ഡ് ആയിരുന്നു. എനിക്ക് ഫാമിലിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഫാദർ വാസ് ഏണിങ്. ഫാദർ ലാസ്റ്റ് ഇയർ റിട്ടയർ ആയത്. അപ്പൊ ആ സമയം വരെ ഹി വാസ് ഏണിംഗ് അറൌണ്ട് 50,000 per month. അത് മതിയായിരുന്നു ഞങ്ങളുടെ ഫാമിലിക്ക് താമസിക്കാൻ. ഇപ്പോൾ ജനറേഷനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജും അത് തന്നെയായിരുന്നു. അതെ, ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 99% ഫാമിലിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യമില്ലാത്തവരാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജനറേഷൻ വരെയും ഒരു പരിധി വരെ നമ്മളെ നോക്കിയിട്ടാണ്
വീട്ടുകാരും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ഉള്ള ജനറേഷനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് തന്നെയല്ലേ. മനസ്സിലായി. പിന്നെ ചില ആളുകൾക്ക് സ്കില്ലിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ടീച്ചിങ്ങിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം 2016-17 എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ എൻട്രൻസ് കോച്ചിങ്ങിലൊക്കെ ഭയങ്കര പേയ്മെന്റ് കിട്ടുന്ന സമയമാണ്. അപ്പൊ ഞാൻ കോളേജിൽ ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ ഐ വാസ് ഏർണിംഗ് അറൌണ്ട് 30,000 to 40,000 പെർ മന്ത്. അത് ഞാൻ രാവിലെ 6 മണി 6:30 മണിക്ക് ക്ലാസ് എടുക്കാൻ പോകും. ഒരു 8-9 വരെ ക്ലാസ് എടുക്കും. പിന്നെ ഈവനിങ് ക്ലാസ് എടുക്കും, രാത്രി വരെ ക്ലാസ് എടുക്കും. അപ്പോൾ എനിക്ക് ചില സമയത്ത് 300 to 400 പെർ ഹവറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ 2,000-3,000 പെർ ഹവർ വരെയൊക്കെ ഏൺ ചെയ്ത സമയമുണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത്. അപ്പം എനിക്ക് ഒരു ജോലി ഇല്ലെങ്കിലും എൻ്റെ ബിസിനസ് എങ്ങനെ ഫെയിൽ ആയി കഴിഞ്ഞാലും ഐ ഹാഡ് 2 ഓപ്ഷൻസ്. ഒന്ന്, എൻ്റെ ലോ എനിക്കുണ്ട്. ഞാൻ ഗ്രാജുവേറ്റ് ആയ അന്ന് ഞാനൊരു കോട്ട് കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ കോട്ട് വിട്ട് ഇറങ്ങി ഇല്ല, ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ആവശ്യം വന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ മുതൽ ആ കോട്ടിട്ട് കോടതി പോയി കഴിഞ്ഞാൽ ഐ ക്യാൻ ലീവ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ്ലി, ഐ നോ ടു ടീച്ച്. എനിക്ക് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് അറിയാം. അത് എൻ്റെ കുട്ടികളുടെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ആ സ്കില്ലുള്ളത് കൊണ്ട് എഗെയിൻ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരു 1 to 2 lakhs മന്ത്ലി ഏൺ ചെയ്യാൻ ഒരു ടീച്ചറെ സംബന്ധിച്ച്, എൻട്രൻസ് കോച്ചിങ് ഫീൽഡിൽ ഒരു ടീച്ചറെ സംബന്ധിച്ച് ഈസിക്കും. അപ്പോൾ ഈ 2 കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അഗെയിൻ ഇറ്റ് വാസ് ഈസി ഫോർ മീ. അപ്പോൾ അതാണ് ഒരു പ്രിവിലേജ്. അപ്പം ചിലർ പ്രിവിലേജുമായിട്ട് ജനിക്കും, അത് അവരുടെ ഭാഗ്യം. ചിലർക്ക് ആ പ്രിവിലേജ് ഉണ്ടായിരിക്കില്ല, അത് അവരുടെ നിർഭാഗ്യം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ളവർക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. പക്ഷെ അവർക്ക് പ്രിവിലേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്കിൽ എന്ന് പറയുന്നത് ഒരു പ്രിവിലേജാണ്, അത് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം സോഷ്യൽ മീഡിയ അതൊരു സ്കില്ലാണല്ലോ, സോഷ്യൽ മീഡിയ ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പൊ ബ്രോ ക്രാക്ക് ചെയ്ത സംഭവമാണ്. അപ്പൊ ആ സ്കില്ലുള്ളവർക്ക് എന്ത് ബിസിനസ്സും ചെയ്യാം. സോഷ്യൽ മീഡിയ ഉള്ള സ്ഥിതിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വെറും എയർ വരെ നിങ്ങൾക്ക് വിൽക്കാം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്, ഒരു പയ്യൻ ഡൽഹിയിൽ പോയി, ഡൽഹിയിൽ നിന്ന് മണാലിലാണ് പോയിട്ട് ബോട്ടിലിനകത്ത് എയർ കൊണ്ടുവന്നിട്ട് അളിയനത് കൊണ്ട് വിറ്റു. സോഷ്യൽ മീഡിയ പറയുന്നത് ആളിപ്പോൾ റീസെന്റ് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. റോൾസ് റോയ്സ് 1 ലക്ഷം രൂപയ്ക്ക് റെന്റിനെടുത്തു. റെന്റിനെടുത്തിട്ട് ഒരു സാധാ ചായക്കടയിൽ ആ റോൾസ് റോയ്സ് കൊണ്ടുവച്ചിട്ട് ഓരോരുത്തരെ കയറ്റി ചായ കൊടുത്തു. ആൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് റോൾസ് റോയ്സിന് 1 ലക്ഷം രൂപ കൊടുത്തു റെന്റായിട്ട്. ഓൾമോസ്റ്റ് 90,000 ആണ്. 10,000 രൂപ നഷ്ടമാണ്. പക്ഷെ സ്റ്റിൽ ഈസ് ഡൂയിങ് ഇറ്റ്. ലിറ്ററലി എന്തും സെല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. പക്ഷേ അതിനെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഫാമിലിയുടെ കേസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഫാമിലി ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് എത്രത്തോളം നല്ലതാണ്? റിലേറ്റീവ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, അത് എങ്ങനെ ആയിരിക്കണം അത് ചൂസ് ചെയ്യേണ്ടത്? ഭയങ്കര മിക്സഡ് ഒപ്പീനിയൻ ഉള്ളൊരു ഫാക്ടറാണ്. ഇപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ഫാമിലിയെയും എൻ്റെ റിലേറ്റീവ്സിനെയും എൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് യു ഷുഡ് നെവർ ഡു ദാറ്റ് എന്നുള്ളതാണ്. അപ്പം ഞാൻ 2 കേസ് പറയാം. ഒന്ന്, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് യു ഷുഡ് നോട്ട് ഹയർ സംവൺ ഹൂം യു കനോട്ട് ഫയർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഫയർ ചെയ്യാൻ പറ്റാത്ത ഒരാളെ നിങ്ങൾ ഹയർ ചെയ്യരുത്. അപ്പം ദർ ആർ ലോട്ട് ഓഫ് ചെക്ക് പോയിന്റ്സ് വേർ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് ഒരു കമ്പനിയിൽ മേ ബി അയാളെ ഫയർ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും കമ്പനിക്ക് ബെറ്റർ, അല്ലെങ്കിൽ അയാളെ ഫയർ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും അയാൾക്ക് ബെറ്റർ, പക്ഷെ കമ്പനിക്ക് നഷ്ടമായിരിക്കും. ഇപ്പം എൻ്റെ അനിയൻ എൻ്റെ കമ്പനിയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ കമ്പനീനെ സംബന്ധിച്ച് അവൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവനക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു, നല്ലൊരു ഓഫർ വന്നു, ഒരു 10x സ്കെയിലിൽ. ഒരു ബ്രദർ എന്നുള്ള രീതിയിലായിരിക്കണോ ഞാൻ ചിന്തിക്കേണ്ടത്, ഒരു കമ്പനിയുടെ ഓണർ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കേണ്ടത്? കമ്പനിയുടെ ഓണറിൽ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മോശം ബ്രദറായി, ഒരു നല്ല ബ്രദറായി കഴിഞ്ഞാൽ ഞാൻ ഒരു മോശം CEO ആയി. അപ്പൊ അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഒരിക്കലും നമുക്ക് ഫയർ ചെയ്യാൻ പറ്റാത്ത ഒരാളെ ഹയർ ചെയ്യരുത് എന്നുള്ളത് ഒരു തമ്പ് റൂളായിട്ട് ഞാൻ ഇപ്പൊ കീപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ എന്റെ പുതിയ ബിസിനസ്സുകളിലൊന്നും എന്റെ ഒരു ഫ്രണ്ട്സും ഇല്ല, റിലേറ്റീവ്സും ഇല്ല. അതാണ് സത്യം. ഇതൊരു കാര്യം. രണ്ടാമത്തേത്, ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയെ കമ്പനിയുടെ ഭാഗമാക്കിയിട്ടുള്ള വ്യക്തിയാണ്, ഫൗണ്ടറായിട്ടല്ല, പക്ഷെ ഒരു എംപ്ലോയി ആയിട്ട്. അത് ഞാൻ ഭാഗമാക്കുന്ന സമയത്ത് ഭാര്യയല്ല, അന്ന് ഗേൾഫ്രണ്ട് ആയിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ആക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന സ്കിൽഡ് ലേബർ. അതാണ് ടു ബി ഹോണസ്റ്റ് റീസൺ. ആൾക്ക് സ്കില്ലുണ്ടെന്ന് എനിക്കറിയാം, ആൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, കൺവിൻസിങ് സ്കില്ലുണ്ട്, ആളെ സെയിൽസ് ഏൽപ്പിച്ചു. അപ്പം അന്നത്തെ നമ്മുടെ ടീമിലെ ഏറ്റവും ടോപ്പ് സെയിൽസ് പേഴ്സൺ ആയിരുന്നു. പിന്നെ സെയിൽസ് ലീഡായി, പിന്നെ മാനേജറായി. ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ പ്രേമിച്ച് തുടങ്ങുന്നത് ആക്ച്വലി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ തമ്മിലുള്ള സിനർജി, നമ്മൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഇതിൻ്റെയൊക്കെ പുറത്ത് തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വലുതാവുന്നു, വീടുകളിൽ സംസാരിക്കുന്നു, കല്യാണം കഴിയുന്നു. ഇതൊക്കെ ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്, ഒരു ഭാഗത്തൂടെ ബിസിനസ്സും നടക്കുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു പോയിന്റിലെത്തി ഞാൻ നോക്കുമ്പോഴും ഗ്രോ ചെയ്യുന്നത് ബിസിനസ്സാണ്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഞങ്ങൾ തുടക്ക കാലഘട്ടത്തിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിഭാവന ചെയ്തിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതായത് ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ പോകുന്നുണ്ട്, പക്ഷെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഡേ ടു നൈറ്റ് ഞങ്ങളുടെ സംസാരം ബിസിനസ് മാത്രമാണ്.
കമ്പനിയിലെ കാര്യങ്ങൾ. കാരണം ഡിസിഷൻസ് എടുക്കുന്നതിനകത്താണെങ്കിലും പല പല എനിക്കൊരു കോള് വരുമ്പം ഓക്കെ അടുത്ത ടോപ്പിക്കായി, അല്ലെങ്കിൽ അവൾക്കൊരു കോള് വരുമ്പം അല്ലെങ്കിൽ അവളൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ ഒരു അടുത്ത ടോപ്പിക്കായി. പക്ഷെ ഞങ്ങളുടെ ഇടയിലുള്ള മൊമെന്റ്സ് എല്ലാം കമ്പനി റിലേറ്റഡ് ആയിരുന്നു. അപ്പൊ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മളത് ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ സ്വയം ചിന്തിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചത്. എന്തായിരിക്കും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ളത്, രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കാണുക, രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇമ്മച്യൂരിറ്റി ആയിരുന്നു നമ്മുടെ പ്രശ്നം. കാരണം 25 വയസ്സാകുമ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്കിപ്പോ ഒരു റിലേഷൻഷിപ്പ് ഗുരുവൊന്നും അല്ലല്ലോ നമുക്ക് റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകുന്നത്. പ്രശ്നം വരുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഈ റിലേഷൻഷിപ്പും കമ്പനി സ്ട്രക്ചർ, ഇൻവോൾവ്മെന്റ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് ഈ ഇമോഷൻ കയറി വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നം. പിന്നെ എന്താ പറയുക, ഒരു ഫ്രസ്ട്രേറ്റഡ് മൊമെന്റ് അല്ലേ ആ സ്റ്റാർട്ടപ്പ്. അപ്പൊ നമ്മള് ഭയങ്കര ഡെസ്പറേറ്റ് ആണ്, എന്നും പ്രോബ്ലംസ് ആണ്. അപ്പൊ ഈ പ്രോബ്ലംസിന്റെ ഇടയിൽ മേ ബി നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ പ്രോബ്ലംസ് ഇവിടെ ആയിരിക്കും സോൾവ് ചെയ്യുന്നത്, ചിലപ്പോൾ ഇവിടുത്തെ പ്രോബ്ലംസ് അവിടെ ആയിരിക്കും സോൾവ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മെച്യൂരിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഓവർ ദി പീരീഡ് ഇന്റർവ്യൂവിൽ ഒരുപാട് ഗ്രോ ആയി, നമ്മൾ ഫിനാൻഷ്യലി ഒരുപാട് ഗ്രോ ആയി. പിന്നെ ലൈക്ക് വൈഫും ലോയറാണ്, അപ്പോൾ അവൾ കോടതിയിൽ പോയി അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്കിടയിൽ ഒരു ഗ്യാപ്പൊക്കെ കിട്ടി. പക്ഷെ ആ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓക്കെ ബിസിനസ് ബിൽഡ് ചെയ്യണം, പക്ഷേ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഫാമിലിയും ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഫാമിലി ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ ബിസിനസ് കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. ബിസിനസ് ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഫാമിലിയെ കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. അപ്പൊ ഇത് മ്യൂച്വലി രണ്ടും ഒരുമിച്ച് ഗ്രോ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഫാമിലിയിലും റിലേഷൻഷിപ്പിലും എഫേർട്ട് എടുക്കാൻ തുടങ്ങി. അപ്പൊ ഇനീഷ്യലി നമ്മൾ എഫേർട്ട് എടുക്കില്ലായിരുന്നു. എഫേർട്ട് എല്ലാം ബിസിനസ്സിൽ, എഫേർട്ട് എല്ലാം സ്റ്റാർട്ടപ്സിൽ. ബാക്കി ഓവർ ദി ഫ്ലോ അല്ലെങ്കിൽ വിത്ത് ദി ഫ്ലോ അതങ്ങ് പോട്ടെ, റിലേഷൻഷിപ്പ് ഒക്കെ നടന്നു പോകുമല്ലോ. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എന്തായാലും ആർക്കും ശമ്പളം കൊടുക്കണ്ടല്ലോ, അത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊക്കോളും. അപ്പൊ ആ ഒരു തോട്ടിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. പിന്നെ നമ്മൾ ഓക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹാപ്പിനെസിനെ കുറിച്ചും പീസിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ മൊമെന്റിലാണ് നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് ബിൽഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൽ എഫേർട്ട് ഇട്ട് തുടങ്ങിയപ്പോൾ നല്ല മാറ്റം ഉണ്ടായി തുടങ്ങി. ഈ നമ്മൾ സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നതാണെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതാണെങ്കിലും പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, ആൾ ഗ്രോ ചെയ്യുന്നുണ്ട്, ആൾ വണ്ടി എടുത്തു, അതെടുത്തു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. ശരിക്കും ഒരു ഇൻസൈഡ് പ്രഷർ എന്താണ് ഒരു ഫൗണ്ടറിന്റെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? ബേസിക്കലി ഇല്ലേ, ഞാനൊരു സമയത്തൊക്കെ കോളേജുകളിൽ പോയിട്ട് സെഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഒരു സമയം എത്തിയപ്പോൾ കോളേജുകളിലെ സെഷൻസ് കംപ്ലീറ്റ്ലി നിർത്തി. ഇപ്പൊ ഞാൻ ഒരു കോളേജിൽ ഒരു പരിപാടിക്കും പോകാറില്ല. അല്ലെങ്കിൽ ആരെങ്കിലും റെഫറൻസ് ത്രൂ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ പോകുള്ളൂ. ഇതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ആരെയും സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഡിസിഷന്റെ പുറത്ത് തന്നെ, അത് വോളണ്ടറിലി എടുത്ത ഡിസിഷനാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ബേസിക്കലി എല്ലാവരും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആവരുത് എന്നുള്ളതാണ്. എല്ലാവർക്കും ആ സ്കില്ലില്ല. 1% ആളുകൾക്ക് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവാനുള്ള സ്കില്ലുള്ളൂ. അപ്പൊ 100 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് നമ്മളൊരു സെഷൻ എടുക്കുമ്പോൾ ഒരു കുട്ടിക്കും വേണ്ടിയിട്ട് നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ മോട്ടിവേറ്റ് ചെയ്ത് 50 പേരെ കൊണ്ടുവരണ്ട. അത് ആ ഒരാൾ നമ്മൾ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തോളൂ. അപ്പൊ നമ്മൾ അയാളെ സഹായിച്ചാൽ മതി. അതിന്റെ റീസൺ ഈ മെന്റാലിറ്റി തന്നെ. അതായത് ഒരു റെസീലിയൻസ്, മിനിമം ഒരു റെസീലിയൻസ് ശരിക്കും വേണം ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക്. കാരണം അൾട്ടിമേറ്റ് കെയോസ് ആയിരിക്കും, ഒന്നിനെ കുറിച്ചും ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും അൺസർട്ടനിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. അതെ, ഫുള്ളായിട്ട് അൺസർട്ടനിറ്റിയിലൂടെയാണ് പോകുന്നത്. അപ്പൊ ചിലർക്ക് ക്ലാരിറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, ചിലർക്ക് കെയോസ് ഉണ്ടായാൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ കെയോസിൽ മാത്രമേ നമുക്കൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു ഫസ്റ്റ് ടൈം ഫൗണ്ടറെ സംബന്ധിച്ച്. അപ്പൊ ആ കെയോസിൽ നിൽക്കണം, നമുക്കതിൽ ഫാമിലി ഹാൻഡിൽ ചെയ്യണം, പ്രഷർ ഹാൻഡിൽ ചെയ്യണം, കോഫൗണ്ടേഴ്സിന്റെ പ്രോബ്ലംസ്, പീപ്പിൾ പ്രോബ്ലംസ്, കമ്പനിയിലെ പ്രോബ്ലംസ്, കസ്റ്റമർ പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ക്യാഷ് ഇൻഫ്ലോ ഔട്ട് ഫ്ലോ, ഇങ്ങനെ പ്രോബ്ലംസ് തരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് മാത്രം ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്തിലൂടെ കടന്നു പോകാൻ ശരിക്കും നമ്മൾ ഞാനിപ്പോൾ വേറെ രീതിയിൽ പറയാറുണ്ട്, എല്ലാവരും മെഡിക്കൽ എൻട്രൻസിനും എഞ്ചിനീയറിംഗ് എൻട്രൻസിനും പോകരുത് എന്നുള്ളത്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ വേറെ തന്നെ റെസിലിയൻസ് വേണം. ആ റെസിലിയൻസ് ഉള്ളവർ പോയി ക്രാക്ക് ചെയ്താൽ മതി. അത് ക്രാക്ക് ചെയ്തിട്ടും ആ റെസിലിയൻസിന്റെ ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ MBBSന് സീറ്റ് കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ 1 ഇയർ പ്രഷർ കുക്കർ റിപ്പീറ്റ് ചെയ്ത 1 ഇയർ അതേ പ്രഷർ കുക്കറിലാണ് പിന്നെ 5 വർഷം ജീവിക്കുന്നത്. അത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് റെസിലിയൻസ് ഉള്ളവർക്ക് മാത്രം പറഞ്ഞ പരിപാടിയാണ്. അതുപോലെ തന്നെയാണ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ പരിപാടി. ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന് വേണ്ട 4 സ്കില്ലുകൾ എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത്? 4 സ്കില്ല് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഈ റെസിലിയൻസ് തന്നെ പറയും. പക്ഷെ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇനീഷ്യലി റെസിലിയൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇനീഷ്യലി പാടായിരിക്കും. പക്ഷെ റെസിലിയൻസ് ആണ് ഫസ്റ്റ്. അത് ഡെവലപ്പായി വരണം. രണ്ടാമത്തെ കാര്യം പറയില്ല, എംപതി ആയിരിക്കും. കാരണം നമുക്ക് ഏത് സ്റ്റേജിലും നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് എംപതി ആയിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അൾട്ടിമേറ്റ് കെയോസ് ആണ്.
ഈ കെയോസിൽ മനം മടുക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ നിർത്തി പോയാലോ, കളഞ്ഞിട്ട് പോയാലോ, അപ്പുറത്തെ കോട്ടിട്ടിട്ട് കോളേജിൽ പോയാൽ പോരാ, അല്ലെങ്കിൽ ടീച്ചിങ് അറിയാലോ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിപ്പിച്ച് കഴിഞ്ഞാൽ 2-3 ലക്ഷം കിട്ടില്ല, എന്തിനാണ് ഈ പരിപാടി എടുക്കുന്നതെന്ന് തോന്നുന്ന മൊമെന്റ്. അതെ, അപ്പൊ ഈ മൊമെന്റിനെ നമ്മളെ തരണം ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പാക്ട് ആയിരിക്കും. There are a lot of moments when parents came to me and literally cried over the impact. അതായത് നമ്മൾ കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്ത മാറ്റം, ആ മാറ്റം അവരുടെ ഫാമിലിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡൈനാമിക്സ്, സന്തോഷം, ഹാപ്പിനെസ്, ആ കുട്ടിയുടെ കരിയർ മാറിയത്, ഇതുപോലെ കുറേ ഇമ്പാക്ട് സ്റ്റോറീസ് ഇതാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ഇവരുടെയൊക്കെ മുഖങ്ങൾ ഓർമ്മ വരുമ്പോൾ മുന്നോട്ട് പോകാൻ തോന്നും. അപ്പൊ അങ്ങനെ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഇവരുടെ പ്രോബ്ലം നമ്മുടെ പ്രോബ്ലമായിട്ട് തോന്നണം, അവരോട് കുറച്ച് നമ്മൾ എംപത്തറ്റിക് ആവണം. അങ്ങനെയുള്ളവർക്കാണ് റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ എംപതി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവരെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ എംപതി എന്ന് പറയുന്നത് ഒരു 360 ഡിഗ്രിയിൽ ഫൗണ്ടർ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. ഇനി അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ടീമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജെൻസിയെ വെച്ച് ടീം ഡെവലപ്പ് ചെയ്യാനുള്ള വൺ ആൻഡ് ഓൺലി സ്കിൽ ഈസ് എംപതി. എംപതി ഇല്ലാതെ ഒരിക്കലും നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം അവരുടെ ഒരു പ്രോബ്ലംസും, ഞാൻ ജെൻസി അല്ല, ബട്ട് സ്റ്റിൽ അവരുടെ ഒരു പ്രോബ്ലംസും നമുക്ക് പ്രോബ്ലമായിട്ട് തോന്നില്ല, ലിറ്ററലി. കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ബട്ട് സ്റ്റിൽ അവരുടെ പ്രോബ്ലംസ് ആണ്. അതിന് അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ആ എംപതി വേണം. അപ്പൊ എംപതി ഒരു ഫൗണ്ടർക്ക് വേണ്ട മറ്റൊരു കോർ സ്കില്ലാണ്. അതാണ് രണ്ടാമത്തെ സ്കില്ലായിട്ട് ഞാൻ പറയാം. ആൻഡ് തേർഡ് സ്കിൽ ഷുഡ് ബി കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് മൊമെന്റ്സ് വേർ വി നീഡ് ടു ടോക്ക്. ഇപ്പം ഒരു കോ ഫൗണ്ടേഴ്സുമായിട്ടൊരു പ്രശ്നമുണ്ട്. ഓൺലി സൊല്യൂഷൻ ഈസ് ടു കമ്മ്യൂണിക്കേറ്റ്. എനിക്ക് നീ പറഞ്ഞത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ നീ പറഞ്ഞ ഐഡിയ മോശമാണ്, അല്ലെങ്കിൽ നീ എടുക്കുന്ന വർക്ക് എഫക്റ്റീവ് അല്ല. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏക വഴി. സിമിലർലി ദർ ആർ n നമ്പർ ഓഫ് സിറ്റുവേഷൻസ് വേർ കസ്റ്റമേഴ്സ് കം ടു us ആൻഡ് ലിറ്ററലി ആർഗ്യൂ. അവർ ചുമ്മാ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ദേഷ്യം വന്നിട്ട് കണക്ക് പുറത്തുനിന്ന് പറഞ്ഞ കാര്യമില്ല. അവിടെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ്, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവില്ല, പക്ഷെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അവരുടെ കാര്യം പറയാൻ പറ്റണം, സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ സൊല്യൂഷനിലേക്ക് എത്തണമെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മൾ ഹാർഡ് കോൺവെർസേഷൻസിൽ നിന്നും ഓടിപ്പോയിട്ട് കാര്യമില്ല. ആ ഹാർഡ് കോൺവെർസേഷൻസ് ചെയ്യേണ്ടത് ഒരു ഫൗണ്ടറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വിത്ത് എംപ്ലോയീസ്, വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വിത്ത് ഫാമിലി, വിത്ത് കൺസ്യൂമേഴ്സ്, വിത്ത് കസ്റ്റമേഴ്സ്, വിത്ത് ഇൻവെസ്റ്റേഴ്സ്, വിത്ത് കോ ഫൗണ്ടേഴ്സ്, എല്ലാവരുമായിട്ട് നമ്മൾ ചെയ്യുന്ന കോൺവെർസേഷനിൽ 50% ഹാർഡാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. ഒരു മനുഷ്യനും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും, ബട്ട് സ്റ്റിൽ അത് ചെയ്തു പോകണം. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ഫൗണ്ടർക്ക് വേണ്ടതാണ്. അത് എല്ലാവർക്കും മേ ബി ഇനീഷ്യലി ഉണ്ടാവില്ല, പക്ഷെ അത് ഓവർ ദി പീരീഡ് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഒരു തേർഡ് സ്കില്ലായിട്ട് ഞാൻ പറയാം. ആൻഡ് ഫോർത്ത് സ്കിൽ ഷുഡ് ബി ദി എബിലിറ്റി ടു ആസ്ക്. ചോദിക്കാനുള്ള ഒരു മെന്റാലിറ്റി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിലും, എന്തിനാണെങ്കിലും നമ്മളത് ചോദിക്കണം. ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫൗണ്ടേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നിന്റെ കോഫൗണ്ടറോട് സംസാരിച്ചാൽ പറയാം, നിന്റെ കോഫൗണ്ടറോട് ചെയ്യാൻ പറഞ്ഞാൽ പറയാം. എങ്ങനെ അവനോട് ചോദിക്കുന്നത് പ്രശ്നമാണ്. അല്ലെങ്കിൽ പാരൻസിനോട് ചോദിക്കാൻ മടിയുള്ളവർ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ മടിയുള്ളവർ, ചിലപ്പം അങ്ങനെ ഉണ്ടാവും. ഇപ്പം എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വേറെ സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സോൾവ് ആവും. ചോദിക്കാൻ മടിയുള്ളവരായിരിക്കും. പലപ്പോഴും നമ്മൾ വലിയ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു ചെറിയൊരു കോൺവെർസേഷൻ 10 മിനിറ്റത്തെ കോൺവെർസേഷൻ സോൾവ് ആവുന്ന കേസ് അത്രേ ഉള്ളൂ. ജസ്റ്റ് ഹായ് ബ്രോ, ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു, ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നവർ ഹെൽപ്പ് ചെയ്യത്തില്ലെന്നായിരിക്കും, പക്ഷേ കംപ്ലീറ്റ്ലി നമുക്കൊന്നും നഷ്ടം വരാനില്ലല്ലോ. അപ്പം ചോദിക്കുക എന്നുള്ളത് ഫൗണ്ടർക്ക് വേണ്ട ഒരു സ്കില്ലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന 4 സ്കിൽ ഇതാണ്. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നതാണെങ്കിലും എക്കോസിസ്റ്റങ്ങൾ ബിൽഡ് ചെയ്യുന്നതാണ്, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നതാണെങ്കിലും ഇതെല്ലാം ഒരു അൺസർട്ടനിറ്റി ആണ് അല്ലേ? ഇത് ഈവൻ ഞാനാണെങ്കിൽ പോലും ഇത് തുടങ്ങിയപ്പം സ്റ്റാർട്ടഡ് സൈഡ് ഹസൽ, റൈറ്റ്? കൊറോണ ആയിരുന്നു, നാട്ടിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് ചുമ്മാ ഒരു സൈഡ് ഹസലായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു എങ്ങോട്ട് പോകുന്നോ കംപ്ലീറ്റ്ലി അൺസർട്ടനിറ്റിയാണ്. അത് ശരിക്കും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഫൗണ്ടർ? എന്തൊക്കെയാണ് അതിന് വേണ്ട സ്കിൽ സെറ്റ് ആകാം, അല്ലാതെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ബേസിക്കലി അൺസർട്ടൈനിറ്റി ഒരു കുരുക്ക് പോലെയാണ്. അപ്പൊ നമ്മളൊരു കുരുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ണും പൂട്ടിയിട്ട് ഫുള്ള് ഇങ്ങനെ അഴിച്ചു വെക്കാം. അല്ലെങ്കിൽ നമുക്കിതിൽ ഓരോരോ ടൈക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് ആദ്യം ഒരു ടൈ എടുത്ത്, പിന്നെ ഒരു ടൈ എടുത്ത്, പിന്നെ ഒരു ടൈ എടുത്ത്, അങ്ങനെയും കൊണ്ടുവരാം. അപ്പൊ ഈ കെയോസ് ടു ക്ലാരിറ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പിൽ പ്രയോറിറ്റൈസേഷൻ ആണ് ദ കീ എലമെന്റ്. അതായത് നമുക്കൊരു 100 പ്രോബ്ലംസ് ഉണ്ട്, ഇതിനെയാണ് ഈ 100 പ്രോബ്ലംസിനെ കളക്ട് ചെയ്യുകയാണ് നമ്മൾ കെയോസ് എന്ന് പറയാം. അപ്പം ആ സമയത്ത് നമ്മൾ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസിനെ നമ്മളൊരു 1 to 100 റാങ്ക് ചെയ്തിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഓരോന്ന് സോൾവ് ചെയ്ത് വരുന്നതാണ് ആ പ്രയോറിറ്റൈസേഷൻ. അപ്പോൾ ആ പ്രയോറിറ്റൈസേഷനിലൂടെയാണ് നമുക്ക് ക്ലാരിറ്റിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഫാമിലിക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും, ചില സമയത്ത് നമ്മൾ കോഫൗണ്ടർ ഇഷ്യൂവിന് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും, ചില സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനോ ആയിരിക്കും, ചില സമയത്ത് നമ്മൾ എക്സ്പാൻഷൻ ആയിരിക്കും.
അപ്പം നമ്മൾ ആ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് വേണ്ടി വരും. ആ ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണം, അത് നമ്മൾ പഠിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രയോറിറ്റൈസേഷൻ. അല്ലാതെ വെറും കൺവിക്ഷൻ മാത്രമാവരുത്. നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക, അങ്ങനെ കെയോസ് ടു ക്ലാരിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് വർക്ക് ആയിട്ട് ലോങ് ടൈമിൽ അതായിരിക്കും വർക്ക് ആവുന്നത്. ലോങ് ടൈമിൽ അതായിരിക്കും വർക്ക്. ഈ ഫൗണ്ടർ പരിപാടിയിലോട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഈ ഇനിഷ്യൽ സ്റ്റേജുകളിൽ, പ്രത്യേകിച്ച് നമ്മൾ പാർട്ണർഷിപ്പിലൊന്നും അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ പല ഡിസിഷൻസും നമുക്ക് ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും. ഭയങ്കര ലോൺനെസ് ആണെന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുന്ന പരിപാടിയാണ്, ഒന്നും നടക്കുന്നില്ല, ഭയങ്കര മടുപ്പാണ്. അത് ശരിക്കും അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? അങ്ങനെ ഒരു ഫീൽഡിലോട്ട് ഒരാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആളതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിൽ കൂടെ പോകേണ്ടത്? ലോൺലിനെസ്സിന് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ലോൺലിനെസ്സിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കാരണം ലീഡർഷിപ്പ് ഇസ് എ ലോൺലി പൊസിഷൻ, അത് ഫാക്റ്റാണ്. അത് ഓവർ ദി പീരീഡ് അങ്ങനെ ആയിരുന്നു. അത് നമ്മൾ ഉൾക്കൊള്ളുക, അതങ്ങനെ ആയിരിക്കണം. അപ്പം അതിൽ നിൽക്കാനും വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ലൈക്ക് നമുക്ക് ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും അത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ സർവൈവ് ചെയ്യുന്നുള്ളൂ ചിന്തിക്കുന്നതിലും പലപ്പോഴും കോ ഫൗണ്ടറിലോട്ടോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിലോട്ടോ ഒക്കെ ആൾക്കാർ പോകുന്നതിന് മെയിൻ റീസൺ അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി അങ്ങനെ കോംപ്ലിമെന്ററി സ്കിൽസിന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര അസർട്ടീവ്നെസ് ഉണ്ട്, അപ്പോൾ സോഫ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ഒരാൾ വേണം കൂട്ടത്തിൽ, എന്നാലാണ് ടീം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ പോവാം. അതായത് കോംപ്ലിമെന്ററി സ്കിൽസ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ കോ ഫൗണ്ടേഴ്സ് എല്ലാ കാലത്തും എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിലുള്ളൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ശരിക്കും അവർ കോ ഫൗണ്ടേഴ്സ് ആവും എലിജിബിൾ അല്ല. അതായത് ഞാൻ എന്തെങ്കിലും പൊട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കോ ഫൗണ്ടർ ആവാൻ എലിജിബിലിറ്റി എന്താണ് ശരിക്കും? കോ ഫൗണ്ടർ ആവാൻ ഒന്ന് കോംപ്ലിമെന്ററി സ്കിൽസ് ആണ്. പിന്നെ ഞാൻ പറയാം എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരെ മാത്രം കോ ഫൗണ്ടർ ആക്കുക എന്നുള്ളതാണ്. കാരണം ഒരു കാര്യം കേട്ടിട്ട് അവിടെ ഒന്നും സംസാരിക്കാതെ ഇത് 2 മാസം തലയിലിട്ട് 3-ാമത്തെ മാസം ഒരു സൂചന തന്ന് പിന്നെ ഒരു 6 മാസം തലയിലിട്ട് പിന്നെ 10-ാമത്തെ മാസം സൂചന തന്ന് ഇങ്ങനെയൊക്കെയാണ് കോ ഫൗണ്ടർ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ബേസിക്കലി അതില്ലാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഏക വഴി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്കില്ലുള്ളവരായിരിക്കണം, പിന്നെ കോംപ്ലിമെന്ററി സ്കില്ലുള്ളവരായിരിക്കണം. അപ്പോൾ ഞങ്ങളെ കോ ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങളിൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട്, ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഒരാൾ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ആണ്, ഞാൻ ലോയറാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ്സ് ആണുള്ളത്. ഒരാൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ഫിനാൻസ് നോക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഓരോ ബിസിനസ്സിനും ഓരോ സ്കിൽ സെറ്റ്സ് വേണ്ടി വരും. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഒരാൾക്ക് പ്രൊഡക്ഷൻ്റെ ഒരു സൈഡ് അറിയുന്ന ഒരാൾ വേണ്ടി വരും. മേ ബി ഒരാൾക്ക് കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, ഒരാൾക്ക് സ്ട്രാറ്റജീസ് ചെയ്യാൻ പറ്റേണ്ടി വരും, ചില ആളുകൾക്ക് ടെക് സ്കിൽസ് വേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറച്ച് കോംപ്ലിമെന്ററി സ്കിൽ സെറ്റ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ആളുകളെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ബ്ലൈൻഡ് ആയിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരാളെ കോ ഫൗണ്ടർ ആക്കാൻ എലിജിബിലിറ്റി ഇല്ല. ഇതാണ് ഈ ഫ്രണ്ട്സ് ബിസിനസ് തുടങ്ങുമ്പോൾ പ്രശ്നം. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 പേര് കൂടി ഒരു പരിപാടി തുടങ്ങും. അപ്പൊ 4 പേരിലെ ഈ കംഫർട്ട്നെസ് എന്താ, ഞാൻ ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുൾ സപ്പോർട്ടായിരിക്കും. അപ്പൊ അതിനെ നമുക്ക് ലോൺലിനെസ് ഇല്ലായ്മയായിട്ട് ശരിക്കും കണക്കാൻ പറ്റില്ല. അത് ശരിക്കും ലോൺലി ആക്കുകയാണ് നമ്മളെ. ശരിക്കും ക്രിറ്റിസിസം വേണം. ക്രിറ്റിസിസം വേണം. ആ ക്രിറ്റിസിസം ആണ് ശരിക്ക് അതിന്റെ ഒതന്റിസിറ്റി. ആ ഒതന്റിസിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഇത് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പറയുന്നു, അവർ 3 പേര് അഗ്രി ചെയ്യുന്നു, ഇത് എത്ര കാലം എങ്ങനെ പോകും? ഇതിൽ ഏതെങ്കിലും ഒരാൾ നാളെ ഇതിനെതിരായിട്ടൊരു വോയിസ് പറഞ്ഞു കഴിഞ്ഞാൽ റിതം തെറ്റി. അപ്പൊ അതൊരിക്കലും ലോങ് ടേമിൽ വർക്ക് ആവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്റർവ്യൂവിൽ എപ്പോഴെങ്കിലും വർക്ക് ആവത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്റർവ്യൂവിൽ വർക്ക് ആവുന്നില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു സമയം വരെ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2023 ഞങ്ങൾ ഫസ്റ്റ് ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഞാൻ മാത്രം ഒരു 100+ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ 100 ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇത് വർക്കാവില്ല എന്നുള്ളത് തന്നെയാണ്. ഇതൊരിക്കലും സ്കെയിലബിൾ ബിസിനസ് അല്ല, ഇതൊരിക്കലും 20 ലക്ഷം റവന്യൂ എത്തൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 20 ലക്ഷം റവന്യൂ എത്തിയിട്ട് ഞങ്ങൾ വീണ്ടും പോയി പിച്ച് ചെയ്യും. അപ്പോൾ ഒരു 50 എത്തില്ല എന്ന് പറയും. അപ്പോൾ 50 ലക്ഷം എത്തിയിട്ട് ഞങ്ങൾ വീണ്ടും പോയി പിച്ച് ചെയ്യും. അപ്പോൾ പറയും ഓക്കെ, നിങ്ങൾ ഫൗണ്ടേഴ്സ് ഭയങ്കര കഴിവുള്ളവരാണ്, നിങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇത് സ്കെയിൽ ചെയ്ത് ഇവരം വരെ എത്തിച്ചു, പക്ഷേ ഈ പ്രൊഡക്റ്റ് സ്കെയിൽ ആവില്ല, മാക്സിമം 75, അതിനപ്പുറത്തേക്ക് ഫൗണ്ടേഴ്സിന് പുഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു 1.5 ആയപ്പം 1.5 CR റവന്യൂ ഉള്ള സമയത്ത് ഞങ്ങൾ വീണ്ടും പോയി പിച്ച് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കൊള്ളാം, പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങളൊന്ന് വാച്ച് ചെയ്തിട്ട് 3 മാസം 6 മാസം വാച്ച് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ അവർ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തു. പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ റവന്യൂ 2 crore കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആകെ 50 lakhs, അതായത് ഞങ്ങളുടെ 1 week റവന്യൂ. പിന്നെ ഞങ്ങൾ എടുക്കേണ്ട ആവശ്യം. അങ്ങനത്തെ ഈ തോട്ട്സ് ഒരു സമയത്ത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, ഓവർകം ചെയ്തു? അതാണ് ഞാൻ പറഞ്ഞത്. ഈ കെയോസിൽ പെട്ട ഒരു എലമെന്റ് ആണ് ഈ പറഞ്ഞ ഇൻവെസ്റ്റർ റിജക്ഷൻസ്. അതുപോലെ മറ്റൊരു എലമെന്റ് ആണ് ഈ പല ആളുകളും ഇത് നടക്കില്ല എന്ന് പറയുന്ന കൺവിക്ഷൻ. ഇതിൽ നിന്ന് നമ്മളെ തരണം ചെയ്യാൻ സഹായിച്ചത് എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഹാപ്പിനെസ്സും ഒക്കെയാണ്. നമ്മൾ പറ്റ ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് എടുക്കും. നമ്മുടെ ക്ലയന്റ് റിലേഷൻ ഓഫീസേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓഡിയോസ് ഉണ്ടാവും, പാരന്റ്സിന്റെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഓഡിയോസ് ഉണ്ടാവും, ഭയങ്കര കരഞ്ഞുകൊണ്ട്
അവര് നമ്മൾ ഇന്റർവെൽ എന്ന് പറയുന്നത് എന്റെ മൂത്ത മോനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഡിയോസ് ഒക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്ക് ഫിസിക്കലി ഒരുപാട്, ഇപ്പൊ ഞാൻ ഒരു കല്യാണത്തിനൊക്കെ പോയപ്പോൾ, വടകര ഭാഗത്ത് ഒരു കല്യാണത്തിനൊക്കെ പോയപ്പോൾ ഒരു ഉമ്മ എന്റെ കൈയൊക്കെ പിടിച്ച് കരഞ്ഞ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കുട്ടി ഇന്റർവെല്ലാ പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കണ്ടപ്പോൾ. അപ്പൊ അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരം മൊമെന്റ്സ് ആണ് ശരിക്കും നമ്മളെ ഇതൊക്കെ തരണം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അപ്പം നമ്മൾ ഏത് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഏത് സീനിയർ ഫൗണ്ടർ വന്നിട്ട് ഇത് വർക്ക് ആവില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ആലോചിക്കല് ഇവരൊക്കെ വർക്ക് ആവുന്നുണ്ടല്ലോ, ഇവർക്കൊക്കെ ഹാപ്പി ആണല്ലോ, ഇവർക്ക് എത്ര ലക്ഷം പേ ചെയ്യാൻ തയ്യാറാണല്ലോ. അതായത് 10,000 രൂപയിൽ നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ 2 lakhന്റെ വരെ കോഴ്സസ് സെല് ചെയ്യുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 2 lakh ഒരു പാരന്റ്, ഇപ്പൊ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാരന്റ് 2 lakh സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ആർ 2 reasons. ഒന്ന്, അവരുടെ അടുത്ത് കുറേ പൈസ ഉണ്ട്, അവർക്ക് ഇത് എങ്ങനെയെങ്കിലും ചെലവാക്കണം. രണ്ടാമത്തത്, ഇത് കുട്ടിക്ക് ശരിക്കും റിയലി ബെനിഫിഷ്യൽ ആണ്. ഇത് രണ്ടാമത്തെ തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു കൺവിക്ഷനും അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലത്തെ ഡയലോഗ്സിനും നമ്മൾ നടത്താൻ പറ്റില്ല. അപ്പൊ ആ ബോധ്യം ഞങ്ങൾക്ക് നല്ല ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് എന്നുള്ളത്. ഈ മൊമെന്റിൽ എപ്പോഴെങ്കിലും ബേൺ ഔട്ടോ, ഫൗണ്ടർ ബേൺ ഔട്ട് എന്ന് പറയുന്ന റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ബേൺ ഔട്ട് റിയലാ. ശരിക്കും അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തോട്ട് വരേണ്ടത്? ഓരോരുത്തർക്കും ഓരോ വേണ്ട. ഇപ്പൊ എന്റെ 2 കോ ഫൗണ്ടേഴ്സ് ഭയങ്കര ഫ്രണ്ട്സ് ഗൈസാണ്. ഇവരെ സംബന്ധിച്ച് എന്ത് ബേൺ ഔട്ട് ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ 2-3 ദിവസം ട്രിപ്പ് പോവാം. ഇതാണ് ഇവരുടെ ഒരു വേ ഓഫ് അപ്രോച്ച്. അത് കഴിഞ്ഞിട്ട് റീസെറ്റ് ആവുക, തിരിച്ചു വരിക. പലപ്പോഴും പലരുടെ മൈൻഡ് സെറ്റ് ബ്രേക്ക് എടുക്കാൻ പാടില്ല, കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരിക്കണം. അതിനോടൊക്കെ എന്താണ് അഭിപ്രായം? ഓരോ അഭിപ്രായം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ബ്രേക്ക് വർക്ക് ആവുന്നില്ല. എനിക്ക് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാലും ഫിസിക്കലി ബ്രേക്ക് എടുക്കാൻ പറ്റുള്ളൂ, ബ്രെയിൻ കൊണ്ട് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കത് വർക്ക് ആവില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സിന് അത് വർക്ക് ആവുന്നുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. അപ്പൊ ഞാൻ എങ്ങനെ റീചാർജ് ആവണം എന്നുള്ളത് ഞാൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പോയിന്റ് കഴിയുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് ബിസിനസ് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. ലൈക്ക് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുടെ പേഴ്സണൽ ലൈഫ് എഫക്റ്റ് ആവാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? 100% എഫക്റ്റ് ആവും. കാരണം അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രയോറിറ്റീസിനനുസരിച്ചാണ്. അപ്പൊ നമ്മൾ 51% പ്രയോറിറ്റി സ്റ്റാർട്ടപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിന് പിന്നെ 49 ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും. ഇനി നമ്മൾ ഫാമിലിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഗ്രോ ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും റിലേഷൻഷിപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിഗർ കോസ്റ്റ് തന്നെയാണ്. നമുക്ക് റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അത് മനസ്സിലാക്കണ കൈൻഡ് ഓഫ് ആളുകളെ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ കല്യാണം കഴിക്കുന്നവരും എൻ്റെ കോ ഫൗണ്ടേഴ്സൊക്കെ വെരി ഏർലി സ്റ്റേജിൽ 23ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചൊരു കോ ഫൗണ്ടർ ഉണ്ട്. ഇപ്പോൾ 26-27 ആയിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ളവരൊക്കെ നേരത്തെ കല്യാണം കഴിച്ചു. റിലേഷൻഷിപ്പ് ഇല്ലാത്തവരോട് നമ്മൾ നിർബന്ധിച്ചും പറഞ്ഞത് റിലേഷൻഷിപ്പിലേക്ക് പോകരുത്, നിങ്ങൾ ഒരു സമയം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ബട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടാവുക എന്നുള്ളത് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു പാർട്ട്ണർ ഒരു ബിസിനസ് സക്സസിന് വലിയൊരു ഫാക്ടർ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു പാർട്ട്ണർ വലിയ സക്സസ് ആണ്. കാരണം അൾട്ടിമേറ്റ്ലി ഇപ്പൊ എൻ്റെ ലൈഫിൽ എന്നോട് വാട്ട് ഈസ് യുവർ സക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ തമ്പ് റൂൾ എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് വർക്ക് സ്പേസിലേക്ക് പോകാൻ പറ്റണം. ഈവനിങ് വർക്ക് കഴിഞ്ഞാൽ അതേ ഹാപ്പിനെസ്സോട് കൂടി വീട്ടിലേക്കും വരാൻ പറ്റണം, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം. അപ്പൊ ഇത് രണ്ട് ഓർഗനൈസേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക. അത് ഫാമിലി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഓർഗനൈസേഷനും ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഓർഗനൈസേഷനും ബിൽഡ് ചെയ്യുന്നതിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. ഈക്വൽ പ്രയോറിറ്റി എന്നല്ല, ഓവർ ദി ടൈം പല പ്രയോറിറ്റീസ് ആയിരിക്കും, ബട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇത് രണ്ടും നമ്മൾ ബിൽഡ് ചെയ്യുകയും വേണം. അപ്പം ആ ഒരു പീസ് ഓഫ് മൈൻഡ് തന്നെയാണ്. അതായത് നമ്മുടെ സ്റ്റാർട്ടപ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് അത് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. സിമിലർലി നമ്മുടെ ഫാമിലിയിലെ ഡൈനാമിക്സ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിനെയും വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞ് ഇന്ന് ഈവനിങ് കല്യാണം കഴിയുന്നു, നാളെ രാവിലെ ഞാനും വൈഫ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്കറിയാം ആ മാസം ഞാൻ ഓഫീസിൽ എത്തേണ്ട ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ സംഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഓഫീസിലെത്തിയത്. അല്ലെങ്കിൽ നമ്മുടെ റാഷണാലിറ്റിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യില്ല. നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല, ഓക്കെ ഇന്ന് കല്യാണം കഴിഞ്ഞു നാളെ രാവിലെ ഓഫീസിൽ പോകാം എന്നുള്ളത്. അവൾ ഇങ്ങോട്ട് പറയാണ്, എൻ്റെ ഓഫീസിൽ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കല്ലേ, നാളെ രാവിലെ പൊക്കോ എന്ന് പറയുമ്പോൾ ഓക്കെ അവിടെ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് പാർട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ പല രീതിയിലും 360 ഡിഗ്രിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ അതിൽ കുറച്ച് പ്രിവിലേജ്ഡ് ആയിരുന്നു. കാരണം ഡേ 1 മുതൽ ഇന്റർവ്യൂ ബിൽഡ് ചെയ്യുമ്പോൾ സ്റ്റോറീസ് ഒക്കെ അറിയുന്നത് കൊണ്ടായിരിക്കാം. ഫ്രണ്ട് സർക്കിളിൻ്റെ കാര്യം എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ കണ്ടുള്ളതാണ്, ഒരു സ്റ്റാർട്ടപ്പിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ കൂട്ടുകെട്ടുകളും പഴയ സർക്കിളുകളും ഒക്കെ പലർക്കും മിസ്സായി പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ മാറും. ഹൗ യു മെയിൻറ്റെയിൻ ദാറ്റ് റിലേഷൻഷിപ്പ്? അതെങ്ങനെയാണ് ഒരു ഫൗണ്ടറിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും അതിന് വേണ്ടിയിട്ട്? ബേസിക്കലി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അങ്ങനെ മിസ്സായി പോകുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല, പക്ഷെ ഒരു റീചാർജ് മേ ബി ആവശ്യമായിരിക്കും. ഇപ്പൊ ഞാൻ ബോർഡിങ്ങിലാണ് പഠിച്ചത്, സ്കൂളിംഗ് ഒക്കെ.
അപ്പം ബോർഡിങ്ങിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ നാട്ടിൽ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ചിലപ്പോൾ 1 or 2 years ഒക്കെ നമ്മൾ കാണാതിരുന്നിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സിനെ തന്നെ ഞാൻ 2 years 3 years ഒക്കെ കാണാതിരുന്നിട്ടുണ്ട്, ഞാൻ നാട്ടിലുണ്ടായിട്ട് പോലും. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ വീണ്ടും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ കൂട്ടുകാരനായിരിക്കും, അവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഇവരെല്ലാവരും എൻ്റെ ലൈഫിൽ വേണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഒരു സമയത്ത് എനിക്ക് ഇവർക്കൊന്നും സമയം കൊടുക്കാനോ ഇവരെ ഒന്നും പ്രയോറിറ്റൈസ് ചെയ്യാനോ ഇവർക്കൊന്നും അവൈലബിൾ ആവാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ എല്ലാവരും ആ ഏജിലുള്ളവരെല്ലാവരും ഇതേപോലെ ജീവിതം പടുത്തുയർത്തുന്നതിൻ്റെ അല്ലെങ്കിൽ മറ്റേ 2 അറ്റം കൂട്ടി മുട്ടിക്കാനും വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനിടയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. പക്ഷേ ഓവർ ദി പീരീഡ് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഇന്റൻഷനലി എല്ലാവർക്കും സമയം കൊടുക്കാനും എല്ലാവരെയും പോയി മീറ്റ് ചെയ്യാനും. പിന്നെ ഞാൻ ഒരു കല്യാണം മിസ്സാക്കിയിട്ടില്ല. എനിക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും കല്യാണങ്ങൾ അത് എല്ലാ കല്യാണങ്ങളും എൻ്റെ ഫ്രണ്ട്സിന്റെ കല്യാണങ്ങളൊക്കെ ഞാൻ കൂടാറുണ്ട്. കാരണം അത് നമ്മുടെ ഒരു റീയൂണിയൻ പോലെ ഒരു 2-3 days. പിന്നെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് വീക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എൻ്റെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ട് വൈഫിന് ഞാൻ പുറത്ത് റൂമൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ 2-3 days അവിടെ പഴയ ബോർഡിങ് കാലഘട്ടം ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കി. അപ്പൊ ഇപ്പൊ അങ്ങനെ കുറെ പ്രയോറിറ്റീസ് മാറിയിട്ട് ഇപ്പൊ അതിലേക്കൊക്കെ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സിന് അവൈലബിൾ ആവുന്നുണ്ട്. ഒരു ഫൗണ്ടറിനെ സംബന്ധിച്ചോളം നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ നമ്മുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. 100% എഫക്ട് ചെയ്യും. എപ്പോഴും അതിനെ പോസിറ്റീവ്ലി മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരെ ഫ്രണ്ട്സ് ആയിട്ട് നിലനിർത്തുക, ബാക്കിയുള്ളവരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് ഫ്രണ്ട്സ് വേണം എന്നുള്ളത് കൊണ്ടല്ല ഫ്രണ്ട്സിനെ കൊണ്ടു നടക്കുന്നത്. അത് ഹാപ്പിനെസ് ആണ്, അത് പീസാണ്. അപ്പൊ ആ ഹാപ്പിനെസ്സും പീസും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം വെറുതെ ഇരുന്നിട്ട് ചുമ്മാ ഇരുന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്തിനാ ഈ ഇത്രയും തിരക്കിന്റെ ഇടയിലും അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് എന്തിനാ? അത് സന്തോഷമാണ്. എല്ലാ മനുഷ്യന്മാരും ജീവിക്കുന്നത് സന്തോഷത്തിനും വേണ്ടിയിട്ടാണ്. അത് ഓരോരുത്തർക്കും ഓരോ ഫോം ഉണ്ട്. ചിലർക്ക് ഫ്രണ്ട്സ്, ചിലർക്ക് ഫാമിലി, ചിലർക്ക് വൈഫ്, ചിലർക്ക് കുട്ടികൾ, ചിലർക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. പക്ഷെ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിന് തമ്പ് റൂൾ ഹാപ്പിനെസ് ആണ്. ആ ഹാപ്പിനെസ് തരാത്തത് അല്ലെങ്കിൽ അവരെ ഫ്രണ്ടായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അവരങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു 150 centimeters ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇവൻ 250 centimeter ഹൈറ്റുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ്. അതായത് ഇപ്പൊ ഞാൻ 2023-24 ആ സമയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കല്യാണങ്ങൾ നടക്കുന്ന സമയം, എൻ്റെ കൂടെ പഠിച്ചവരുടെ. അപ്പോൾ ഓരോരുത്തരുടെ കല്യാണങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ നമ്മളെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ അധിക പേരും ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പിന്നെ എല്ലാവരും NRIs ആണ്, ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ NRIs ഒക്കെ അവിടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. എന്നെക്കാളും ഒരു 10x ടേൺ ഓവർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നാട്ടിൽ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണ്. പിന്നെ നമുക്ക് കുറച്ച് ഫെയിം ഒക്കെ കിട്ടി, കുറച്ച് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവരുടെ ഒന്നും ബ്രാൻഡ് അങ്ങനെ ഒരു വിസിബിലിറ്റി ഉള്ള ബ്രാൻഡ് അല്ല, ഓരോ ലൊക്കാലിറ്റിയിലുള്ള ബ്രാൻഡ്സ് ആണ്. നമ്മളെക്കാൾ ടേൺ ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫെയിമും അതിൻ്റെതായിട്ടുള്ള ഒരു ബബിൾ എന്ന് തന്നെ പറയാം. ആ ഒരു ബബിൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവരൊക്കെ ഭയങ്കര പ്രൗഡാണ് നമ്മുടെ കാര്യത്തിൽ. പിന്നെ ഈ മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ അക്രഡീഷൻസ്, അവരുടെയൊക്കെ റെക്കഗ്നീഷൻ കിട്ടുമ്പോൾ അവരതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇവർ ഈ പറഞ്ഞ പോലെ ഇവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇത് മറ്റേ നമ്മുടെ നിർമ്മല സീതാരാമന്റെ ഒക്കെ അടുത്ത ആളാണ്, ഇത് മറ്റേ CM-ന്റെ ഒക്കെ റൈറ്റ് ആളാണ്, CM-ന്റെ കൂടെ മീറ്റിങ്ങിലൊക്കെ ഇരുന്നിട്ട് വരുന്ന വരവാണ്. ഇവര് ചിലപ്പോൾ ഞാൻ CM-നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. CM നമ്മുടെ ഒരു സ്പീച്ചിൽ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, ഇവര് കൂട്ടി പറയും. അപ്പൊ അവരെപ്പോഴും നമ്മുടെ കാര്യത്തിൽ പ്രൗഡാണ്, നമ്മൾ ഇനിയും വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്റെ കമ്പനിക്ക് 50 കോടി റവന്യൂ ഉള്ള സമയത്ത് 500 കോടിയൊക്കെയാണ് ഇവന്റെ ഒരു വർഷത്തെ ടേൺ ഓവർ എന്നൊക്കെ പറയും. അപ്പൊ അവനും അറിയാം ഇതിൽ 5 കോടി പോലും എന്റെ അക്കൗണ്ടിൽ എത്തൂല എന്നുള്ളത്. പക്ഷെ അവൻ എന്തോ 500 കോടി എന്റെ അക്കൗണ്ടിൽ ഉള്ള പോലെയാണ് എന്റെ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഗ്രോത്തിലും നമ്മുടെ ഫ്യൂച്ചറിലും നമ്മുടെ സക്സസിലൊക്കെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെപ്പോഴും അതിലേക്ക് പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. അങ്ങനത്തെവരെ മാത്രം സർക്കിളിൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്കത് വളരെ പോസിറ്റീവ്ലി ആണ് ഇൻഫ്ലുവൻസ് ചെയ്യാറ്. നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ അങ്ങനെ അധികം അടുപ്പിക്കാറില്ല. എൻ്റെത് വലിയ സർക്കിളാണ്, പക്ഷെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു സർക്കിളാണ്. കാരണം ഹാപ്പിനെസ് ആയിരുന്നു എൻ്റെ തമ്പ് റൂൾ. ഓക്കെ, ഇന്റർവെല്ലിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഇന്റർവെല്ലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, കുറേ നമുക്ക് പ്രശ്നങ്ങളുണ്ടായി, വർക്കാവത്തില്ല എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത് ഏത് മൊമെന്റിലാണ് പ്രോപ്പറായിട്ട് ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു ഡു എന്നുള്ളൊരു മൊമെന്റ് പറയുകയാണെങ്കിൽ ഏതായിരിക്കും പറയുന്നത്? ഒരു ബിഗ്ഗർ ചേഞ്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു 2023 ബിഗിനിങ്ങിൻ്റെ ഈ സമയത്ത് നമുക്ക് ഏകദേശം ഒരു 100+ എംപ്ലോയീസ് ആയിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിൽ അത്യാവശ്യം സ്കെയിൽ ആവുന്നുണ്ട്. നമ്മളൊരു 10-15 കൺട്രീസിലൊക്കെ നമുക്കൊരു സ്റ്റുഡൻസ് ഉണ്ട്. കുറച്ച് സ്റ്റുഡൻസ് ആയിരിക്കും, മേ ബി 20-30 സ്റ്റുഡൻസ് ആയിരിക്കും പെർ കൺട്രി. പക്ഷേ നമുക്ക് ഇന്ത്യയുടെ പുറത്തുനിന്നും നല്ല എൻക്വയറീസ് ഒക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പം ആ സമയത്താണ് നമ്മളൊരു ഇതിൻ്റെ ഒരു സ്കെയിലബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇതിനെ നമുക്കൊരു 100 crore ബിസിനസ് ആക്കണം ഇത്ര സമയം കൊണ്ട്, അതായത് 100 crore റവന്യൂ വരുന്ന ബിസിനസ് ആക്കണം. ഇതിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഇനിയും സ്കെയിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി സ്കെയിലിങ്ങിനെ കുറിച്ചുള്ള കോൺവെർസേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഒരു 2023 ബിഗിനിങ് ഒക്കെ.
അപ്പോൾ ആ സമയത്താണ് നമ്മൾ ടീമിൻ്റെ സ്ട്രക്ചറിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതും സീനിയർ ടീമിലേക്ക് കുറച്ച് ആളുകളെ ഹയർ ചെയ്യുന്നതൊക്കെ. അപ്പം അന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഇത് എങ്ങനെ സ്കെയിൽ ചെയ്യാം, ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ, അതായത് ഫൈനൽ ഓപ്ഷൻ. ഒരുപാട് ഓപ്ഷൻസ് വന്നു, അതിൽ നമ്മൾ ഫൈനലി എല്ലാവരും കൂടി എഗ്രി ചെയ്തിട്ടുള്ള വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലെയറിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് ഇന്ന് 5 പേര് എന്ത് ചെയ്യുന്നു, ഈ കമ്പനിയെ ഗ്രോ ചെയ്യിപ്പിക്കുന്നു, 5 പേര് തീരുമാനങ്ങൾ എടുക്കുന്നു, 5 പേരും വർക്ക് ചെയ്യുന്നു, 5 പേര് ബാക്കിയുള്ളവരും വർക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് ഇതേപോലെ ഒരു 50 പേരുണ്ടെങ്കിൽ ഇതിന്റെ ഒരു 10x ഗ്രോത്ത് കിട്ടില്ലേ. അതായത് ഞങ്ങൾ 5 പേര് ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരു 50 പേര് ചിന്തിക്കുകയും അവർ വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. അപ്പോഴല്ലേ ഗ്രോത്ത് പോസിബിൾ ആവുക. അല്ലെങ്കിൽ നമ്മൾ 5 പേരെ കൊണ്ട് വലിച്ച ഇത് വലിയോ എന്നുള്ളൊരു ഡിസ്കഷനൊക്കെ വരുന്നു. അങ്ങനെയാണ് നമ്മൾ കമ്പനിയിൽ ഒരു ഹ്യൂജ് കൾച്ചറൽ ചേഞ്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ കൾച്ചർ ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇനീഷ്യലി കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും നൈബർഹുഡിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ആക്ച്വലി കമ്പനിയുടെ കൾച്ചർ എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ 10 എംപ്ലോയീസ് ആണ് ഡിറ്റർമൈൻ ചെയ്യും. അപ്പം അതിന് പ്രോസ് ഉണ്ട് കോൺസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നൈബേഴ്സും റിലേറ്റീവ്സും വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഓണർഷിപ്പ് ഉണ്ട്, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കൾച്ചർ ബിൽഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിലേഷണലി കാര്യങ്ങൾ വർക്ക് ആവും, പക്ഷെ പൊസിഷണലി കാര്യങ്ങൾ വർക്ക് ആവില്ല. അപ്പോൾ റിലേഷണലി നമുക്ക് ടീം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല, അത് പൊസിഷണലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫംഗ്ഷണലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കൾച്ചർ ഇനി റിലേഷണലി പോകാൻ പറ്റില്ല, അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. നാളെ ഒരു പുതിയ എംപ്ലോയി വന്നു കഴിഞ്ഞാൽ അവരും നമ്മുടെ റിലേറ്റീവിനെ പോലെ, നമ്മുടെ പാർട്ട്ണറെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ കോഫൗണ്ടറെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനെ പോലെ, നമ്മുടെ ബ്രദറിനെ പോലെ ചിന്തിച്ച് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ട് എങ്ങനെ ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്യാം. അതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്ത് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് യൂറോപ്പിലൊക്കെ. അവിടുന്ന് ഒരുപാട് പേര് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മെന്റേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു ഒക്ടോബർ നവംബർ ഡിസംബറിലേക്ക് ഒരു 3 മന്തിലേക്ക് നമ്മളൊരു ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തീം റൺ ചെയ്യാം. ഒരു തീം റൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ടു ഗ്രേറ്റ് എന്നാണ് ആ ക്വാർട്ടറിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ക്വാർട്ടറിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, ഗുഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്രേറ്റ് ആക്കുന്നു. ഇതാണ് നമ്മൾ ആ തീമിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇട്ട് കൊടുത്തു, പക്ഷെ അതിൽ നമ്മൾ കൾച്ചറിനെ കുറച്ച് എംഫസൈസ് ചെയ്ത് സംസാരിച്ചു. നമ്മുടെ കൾച്ചർ ഇപ്പോൾ ഗുഡാണ്, നമ്മുടെ കൾച്ചറിനെ ഇനി ഗ്രേറ്റ് ആക്കാൻ ഇങ്ങനെ കുറച്ച് വഴികളുണ്ട്, ഇത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ വന്നിട്ട് നാളെ മുതൽ നമ്മൾ കൾച്ചർ അടിപൊളി ആക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇത്രയും കാലം നമ്മുടെ കൾച്ചർ മോശമായിരുന്നു. അപ്പം അതിൽ ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പം അതിന് പകരം നമ്മളൊരു എയും ബിയും സിയും വെച്ചിട്ട് അതിൻ്റെ കൂടെ കൾച്ചറും വെച്ചു. അങ്ങനെ നമ്മളൊരു 4 കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൾച്ചറിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് പോളിസി ചേഞ്ചസ് ഉണ്ടാക്കി. എംപ്ലോയീസിന് ഒരുപാട് എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയ HR പോളിസീസ് കൊണ്ടുവന്നു. നമ്മൾ അവർക്ക് കുറേ പേർക്സ് കൊണ്ടുവന്നു. ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ എംപ്ലോയീസിന് ഒരുപാട് ഫ്രീബീസ് ഇൻ ദ സെൻസ് അവരെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫ്രീബീസ്. അതായത് ഞങ്ങളുടെ നാട്ടിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആണ്, എല്ലാ എംപ്ലോയീസിനും ഫ്രീ ആണ്, അവരുടെ ഫാമിലി ആണെങ്കിലും ഒക്കെ ഫ്രീ ആണ്. അപ്പം ഫുഡ് ആക്ച്വലി നമ്മൾ ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫുഡ് തരുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഫുഡല്ല. നമ്മൾ അതിന് ചെയ്തത് ശരിക്കും എംപ്ലോയീസ് അവിടെ എല്ലാവരും ബിരിയാണി കഴിക്കും. കാരണം കൊച്ചിയിലെ പോലെയോ കോഴിക്കോടിനെ പോലെയോ അല്ല. 70 രൂപ 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി കിട്ടും, ഫുൾ ബിരിയാണി, നാട്ടുമ്പുറം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് കാര്യമല്ല. അതുകൊണ്ട് ഇവർ ഡെയിലി ബിരിയാണി കഴിക്കും. ഇത് ഇവരുടെ ഹെൽത്തിനും പ്രശ്നമാണ്, ഇവരുടെ പ്രൊഡക്ടിവിറ്റിക്കും പ്രശ്നമാണ്. അറിയാലോ, ബിരിയാണി കഴിച്ചാൽ പിന്നെ ആ ഡേ ഒന്നും പറ്റില്ല, ഉച്ച എല്ലാവരും ചത്ത അവസ്ഥയാണ്. അപ്പൊ ആക്ച്വലി ഇതൊരു പ്രോബ്ലം ആക്കി എടുത്തുകൊണ്ട് നമ്മൾ അതിനെ നിങ്ങളുടെ ഹെൽത്ത് ഫോക്കസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ വെജ് ഫുഡ് അങ്ങനെ അധികം കിട്ടത്തില്ല ഉച്ചക്കൊന്നും. ഇപ്പം പോസ്റ്റ് കോവിഡ് ഭയങ്കര അവൈലബിൾ ആണ്, പക്ഷെ ആ സമയത്തൊന്നും അധികം കിട്ടത്തില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഓഫീസിൽ ഒരു വീട്ടിലെ ഊണ് എന്നുള്ള രീതിക്കുള്ള ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ സാധനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് പോളിസീസും ഒരുപാട് ചേഞ്ചസും കൾച്ചറൽ ഷിഫ്റ്റ് നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ HR പോളിസീസ്, ലീവിൻ്റെ പോളിസീസിൽ ഒരുപാട് മാറ്റം വരുത്തി. പിന്നെ നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്, വുമണിന് നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ആയിട്ടുള്ള ഒരു പോളിസി കൊണ്ടുവന്നു ലീവിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരുപാട് പോളിസീസ് ഞാൻ ഓർക്കുന്നില്ല. അപ്പം അതും പ്ലസ് നമ്മൾ സീനിയർ ലീഡർഷിപ്പിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നു. അതായത് കുറച്ച് ക്ഷമയുള്ള ആളുകളെ ലിസൺ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഹുലിനെ പോലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ജെൻസിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ ആ കൾച്ചറൽ ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടാണ് ഇപ്പം നമുക്ക് ഏകദേശം 42 മെമ്പേഴ്സുള്ള സീനിയർ ലീഡർഷിപ്പ് ഉണ്ട്. അവരാണ് ഇന്റർവ്യൂ റൺ ചെയ്യുന്നത്. ബേസിക്കലി ഇന്ന് ഫൗണ്ടേഴ്സിന് ഒരു റോളില്ല. ഫൗണ്ടേഴ്സിന് അടുത്ത 3 വർഷം എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന ജോബ് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം, ആരെ വെച്ച് എക്സിക്യൂട്ട് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ സീനിയർ ലീഡർഷിപ്പാണ്.
അതിനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് അവർക്ക് ഓണർഷിപ്പ് ബിൽഡ് ചെയ്തു. ആ ഓണർഷിപ്പ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ എൻവയോൺമെന്റ് ആണ് കൾച്ചർ. ഓക്കെ, സോ ബേസിക്കലി എല്ലാ ബിസിനസ്സും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ കൾച്ചർ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ഒരു കുറച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും മേ ബി നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നത് അല്ലേ. ഈ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇൻ്റർവെല്ലിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അവരുടെ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ബേസിക്കലി ഒരാളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ എന്തിനീ കമ്പനിയിൽ നിൽക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, ആ വൈ. ഇതുപോലെ ഓരോ വ്യക്തികൾക്കും, ആ ടീമിന്റെ ഭാഗമായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഒരു വഴി ഉണ്ടാവും. അവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ ഓരോ മാനേജേഴ്സും അറിഞ്ഞിരിക്കണം, ഓരോ സീനിയേഴ്സും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു തമ്പ് റൂൾ ഉണ്ട് ശരിക്കും. അത് ഞാനെപ്പോഴും എൻ്റെ കോ ഫൗണ്ടേഴ്സിൻ്റെ അടുത്തും എൻ്റെ സീനിയർ ലീഡേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുന്ന കാര്യം. ഇത് അഗെയിൻ എംപത്തി റിലേറ്റഡാണ്. ഒരാൾ എന്തിനാണ് എൻ്റെ ടീമിൽ വർക്ക് ചെയ്തതെന്ന്, ഇയാൾ എന്ത് ഇൻറ്റൻഷനോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എസ്പെഷ്യലി കോ ഫൗണ്ടേഴ്സിൻ്റെ ഇടയിൽ. ഇപ്പോൾ ഒരു 5 കോ ഫൗണ്ടേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു 3 കോ ഫൗണ്ടേഴ്സ് എടുക്കാം. 3 കോ ഫൗണ്ടേഴ്സിൻ്റെ ഇടയിൽ എയും ബിയും സിയും ഉണ്ട്. എൻ്റെ ഇൻറ്റൻഷൻ മണിയാണ്, ബിൻ്റെ ഇൻറ്റൻഷൻ ഫെയിമാണ്, സിൻ്റെ ഇൻറ്റൻഷൻ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം നല്ല പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് സി ഒരുപാട് പൈസ എടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എക്ക് കിട്ടുന്ന പൈസ കുറയും. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ കുറയും. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ മണി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, മണി മോട്ടിവേഷൻ ആവുന്നത് ഒരു തെറ്റല്ല, എൻ്റെ മോട്ടിവേഷൻ മണി ആണെന്ന് സി അറിഞ്ഞാലാണ് സിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും പീപ്പിളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പീപ്പിളിനും ഇത് കൊടുക്കാൻ പറ്റുള്ളൂ, റെമ്യൂണറേഷൻസ് ഒക്കെ. അപ്പോൾ ബേസിക്കലി എല്ലാവരും ഇൻറ്റൻഷൻസ് അറിഞ്ഞിരിക്കണം. ഇതേപോലെ ഓരോ എംപ്ലോയീസിനും ഓരോ ഇൻറ്റൻഷൻ ഉണ്ട്. അവരുടെ ഫാമിലിയിലുള്ള ഡൈനാമിക്സിനനുസരിച്ച്, അവരുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച്, അവരുടെ ഫ്യൂച്ചർ ആസ്പിറേഷൻസിനനുസരിച്ചൊക്കെ ഇൻറ്റൻഷൻസ് മാറും. അപ്പം അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തിനും പണിയെടുക്കുന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അവർക്കൊരു കരിയർ മാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും, അവർക്കൊരു ഫ്യൂച്ചർ റോഡ് മാപ്പ് കൊടുക്കാൻ പറ്റും. ബേസിക്കലി ഇപ്പോൾ ജെൻസി എംപ്ലോയീസിന് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഈ വൈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എന്തിനാ അവിടെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ചില ആള് പെട്ടെന്ന് ഇന്ന് വൈകുന്നേരം ഭയങ്കര അടിപൊളി ചില്ലായിട്ട് പോയ ആളായിരിക്കും, രാത്രി ആയിരിക്കും ഇവർക്ക് ഹിറ്റ് ചെയ്യുക, ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. രാവിലെ ഇവർ കമ്പനി ഹിറ്റ് ചെയ്യും, രാവിലെ വന്നിട്ട് നോട്ടീസ് പീരീഡ് ഇടും. ഇനി രാവിലെ വന്നിട്ട് പേപ്പർ ഇടും, പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 month നോട്ടീസ് പീരീഡ് ഉണ്ടാവും പറയും. 1 month നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പോവാണെന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വൈ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ വൈ എങ്ങനെ ഇവർക്ക് ക്ലിയർ ആയി കൊടുക്കാൻ പറ്റും? പലപ്പോഴും ഈ എല്ലാവരുടെയും ഒരു മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ മണി തന്നെ ആയിരിക്കും എൻഡ് ഓഫ് ദ ഡേ. മെജോറിറ്റി അതെങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഈ ജെൻസിയിൽ അപ്പോഴുള്ള പ്രശ്നം, ജെൻസിയിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് മണി മോട്ടിവേറ്റഡ് അല്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ കമ്പനിയിലൊക്കെ ഒരുപാട് പേരുണ്ട് ഈ പ്രൊമോഷൻസ് വന്നിട്ട് പ്രൊമോഷൻസ് എടുക്കാത്തവർ. അതായത് ഇപ്പോൾ ഒരു ക്ലയന്റ് റിലേഷൻസ് അസോസിയേറ്റ് ആയിരിക്കും, അവർക്ക് ക്ലയന്റ് റിലേഷൻ മാനേജർ ആവാനും വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രൊമോഷൻ വന്നിട്ടുണ്ടോ, പക്ഷെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അത് റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്തിനാ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട ജീവിതത്തിൽ? അപ്പൊ അത് അവരുടെ വഴിയാണ്. അവർക്ക് റെസ്പോൺസിബിലിറ്റി എന്തിനെടുക്കണം എന്നുള്ളതിന്റെ ആൻസർ, കൺവിൻസിംഗ് ആയിട്ട് ആൻസർ നമ്മൾ കൊടുത്താലാണ് അവരുടെ ഫ്യൂച്ചറിലേക്ക് അവർ പ്രൊമോഷൻ വേണം എന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളൊരു 10 വർഷം മുന്നേ ഉള്ള ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, നമ്മളൊരു ജോലിയിൽ കയറുന്നു, എല്ലാ 2 years, എല്ലാ 1 year നമുക്ക് സാലറി അപ്രീസിയേഷൻ വരുന്നു, എല്ലാ 5 years നമുക്ക് പ്രൊമോഷൻ വരുന്നു, ഇങ്ങനെ ആയിരിക്കണം കരിയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു വേ. അതിപ്പോൾ വർക്ക് ആവില്ല. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും കൂടെ ആണെന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇവരെന്താ കാണുന്നത്, ഇവർ 16 വയസ്സായ കുട്ടി ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ട് ഇത്ര കോടി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്തിട്ട് അവർ ഇത്ര രൂപ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ അവർ 12ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് അവർ ഇന്ന് സ്റ്റേജിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ടെഡെക്സിൽ സംസാരിക്കുന്നു. ഇനി അതും അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് 100K ഫോളോവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഫ്രീലാൻസ് ജോബ് ചെയ്യുന്നു, അവൻ വേറെ കമ്പനി ഒന്നും വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ അവൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് 100K ഫോളോവേഴ്സ് ഉണ്ടാവുന്നു. ഇപ്പൊ അവന് വലിയ ബ്രാൻഡ്സുമായിട്ട് കൊളാബ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ഇവരൊന്നും ചെയ്യുന്നില്ല, അവർ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു മേ ബി ഇപ്പം നമ്മൾ കുറെ പേര് ഡ്രസ്സ് പോലും ചെയ്യില്ല, അല്ലെങ്കിൽ മേക്കപ്പ് പോലും ചെയ്യില്ല, റോ ആയിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു, അവർ കൊളാബ്സ് ചെയ്യുന്നു, അവർക്ക് പുതിയ ഡ്രസ്സുകൾ കിട്ടുന്നു, അവർക്ക് ട്രിപ്പുകൾ കിട്ടുന്നു. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് കാശ് കിട്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനുള്ളത്? അവർക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കാം, അവർക്ക് കുറച്ച് ഇപ്പം ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക്, ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ അപ്പാരൽസ് മേടിക്കണം, അല്ലെങ്കിൽ ഫാഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളൂ. അവർക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് ജോലിയൊന്നും ചെയ്യാതെ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കോണ്ടന്റ് അവർ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഈ വൈ ഇങ്ങനെ ഇടക്കിടക്ക് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തിനീ ജോലി ചെയ്യണം, ഞാൻ എന്തിനീ ജോലി ചെയ്യണം, ഈ ജോലി ചെയ്തില്ലെങ്കിലും ഓപ്ഷൻസ് ഇല്ലേ? അപ്പം നമുക്ക് ആ വൈ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ പോകും. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അവർക്ക് നമ്മൾ വൈ കൊടുക്കുക,
അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കുറച്ച് വഴികളുണ്ടാവും ഇതിലേക്ക് മാച്ച് ആവുന്ന ആളുകളെ കൊണ്ടുവരിക. ഈ മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എങ്ങനെയായിരിക്കും കൂടുതലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? മണി റിലേറ്റഡ് ആയിട്ടുള്ളത് എപ്പോഴും മൈൽ സ്റ്റോൺസിലേക്ക് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒരു മാസം കഴിഞ്ഞ് കിട്ടാൻ എനിക്കൊരു 75,000 വേണം, അങ്ങനെയുള്ള ഒരു വ്യക്തിയുണ്ട്, അവർക്ക് 50,000 സാലറി. അങ്ങനെയാണെങ്കിൽ അവരുടെ സാലറി 75,000 ആവുന്നത് എപ്പോഴായിരിക്കും, അത് എന്ത് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോഴായിരിക്കും എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതാണ് ഒരു വഴിയുള്ളത്. ഇനി ചിലപ്പം 50,000 കിട്ടിയതിൽ അവർ ഹാപ്പി ആയിരിക്കും, പക്ഷെ അവർക്ക് ഒരു 25 ലക്ഷം രൂപ കിട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. അപ്പൊ മേ ബി അവർക്ക് ഒരു 25,000 വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി 100 മന്ത്സ് എടുക്കും. അപ്പൊ അത് അവർക്ക് ഫീസിബിൾ ആയിരിക്കില്ല. അപ്പൊ അവർ വിചാരിക്കും ഈ ജോലി മതിയാവില്ല. അപ്പൊ അവർ മേ ബി ഒരു 80,000 ജോലിക്ക് പോകും. പക്ഷെ 80,000 ജോലിക്ക് പോയാൽ അവർക്ക് സെയിം എമൗണ്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം. പക്ഷെ ഇത് റിയലൈസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 25 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ, അവർ അത്രയും വലിയ ടാലന്റ് ആണ് എന്നുണ്ടെങ്കിൽ ആകെയുള്ള ഓപ്ഷൻ ESOP ആണ്, ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ. അപ്പൊ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷനിൽ നമ്മുടെ കമ്പനിയിലെ ഷെയർസ് അവർക്ക് സ്റ്റോക്ക് ആയിട്ട് അവർക്ക് കൊടുക്കുന്നു. അത് അവർ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് കൊടുക്കുന്നു. എന്നിട്ട് നാളെ കമ്പനി അക്വയർ ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ കമ്പനി ഒരു IPO പോയി കഴിഞ്ഞാൽ അവർക്ക് ഇത് 25 ലക്ഷം ഈസിലി കിട്ടും. അപ്പൊ നോർമലി ഒരു IPO ഒക്കെ സംഭവിക്കൽ ഒരു 10 to 15 ഇയേഴ്സിലൊക്കെ ആയിരിക്കും. അപ്പം ഒരു ഗവൺമെന്റ് ജോലി ചെയ്തിട്ട് ഒരു 30 ഇയേഴ്സിലൊക്കെ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ഒരു 50 lakhs 80 lakhs ഒക്കെ. അത് 10 ഇയേഴ്സിലേക്ക് കിട്ടുന്ന പ്രൈവറ്റ് സെക്ടറിലുള്ള ഈസിയസ്റ്റ് വേ ആണ് ശരിക്കും ESOP. ഗവൺമെന്റ് ഇത് പെൻഷനായിട്ടും പിന്നെ ബാക്കിയുള്ള കുറച്ച് ഫണ്ട്സ് ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്, ഗ്രാറ്റുവിറ്റി പോലത്തെ. ഇവിടെ ഇത് നേരെ സ്റ്റോക്കിലേക്ക് വരുന്നു മാത്രം. ആ സ്റ്റോക്കിന് ഒരു വാല്യൂ ഉണ്ടോ? എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ESOP ആൻഡ് ഷെയർസിനെ പറ്റിയിട്ടാണ്. എന്താണ് ശരിക്കും ESOP, അല്ലെങ്കിൽ എംപ്ലോയീസിന് അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? ESOP ഞാൻ 2 പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാം. ഒന്ന് എംപ്ലോയി പോയിന്റ് ഓഫ് വ്യൂവിലും എംപ്ലോയർ പോയിന്റ് ഓഫ് വ്യൂവിലും. എംപ്ലോയി പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ ESOP ആണ്. എന്താണ് ESOPന്റെ ഫുൾ? ESOP എന്ന് പറഞ്ഞാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്രോഗ്രാം ആണ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നും പറയാറുണ്ട്, എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ എന്നൊക്കെ പറയാറുണ്ട്. ബേസിക്കലി അതെന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർസ് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷനാണ്, അതായത് എംപ്ലോയീസിന് ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ. അപ്പോൾ എംപ്ലോയി പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ESOP ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാലറി നമ്മൾ റിച്ച് ആക്കും. ഈ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി വെച്ച് നമുക്ക് റിച്ച് ആവാം. നമുക്ക് വെൽത്തി ആവാനുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ESOP ആണ്. കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യും. ഇത് IPOയിലോട്ട് പോയാൽ മാത്രം നമുക്ക് അല്ല, കമ്പനി അക്വയർ ചെയ്താലും പറ്റും, ഇനി കമ്പനി ബൈബാക്ക് ചെയ്താലും പറ്റും. അപ്പൊ ഫ്ലിപ്കാർട്ടിനെ സംബന്ധിച്ച് ഫ്ലിപ്കാർട്ട് കുറെ ഷെയർസ് ബൈബാക്ക് ചെയ്തിട്ടുണ്ട്, അതായത് എംപ്ലോയീസിന് ഷെയർസ് കൊടുക്കുന്നു. അത് കുറച്ച് കഴിയുമ്പം ചിലപ്പം ഫ്ലിപ്കാർട്ടിന് ഒരു ബിഗ് റൗണ്ട് ഫണ്ട് റൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ബിഗ് റൗണ്ട് ഫണ്ട് റൈസ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് കൊടുക്കണം. അപ്പോൾ ഫൗണ്ടേഴ്സിന് ഷെയർ കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർ ഇത് കുറച്ചും കൂടി ഒരു ചെറിയ എമൗണ്ടിൽ എംപ്ലോയീസിൻ്റെ അടുത്ത് തിരിച്ചു മേടിക്കും. അപ്പോൾ എപ്പോഴും ഇപ്പം സ്വിഗ്ഗിയിലും ഫ്ലിപ്കാർട്ടിലൊക്കെയാണ് ഇപ്പം ബിഗ്ഗർ ESOP എക്സിറ്റ്സ് ഉണ്ടായിട്ടുള്ള എംപ്ലോയീസിന്. അപ്പോൾ എംപ്ലോയീസ് ഒക്കെ ഒരു സംവർ അറൌണ്ട് 5 to 150 crore ഒക്കെ കിട്ടിയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. ഇത് എത്ര പെർസെന്റേജ് ആണ് ആക്ച്വലി കമ്പനി? ഒരു 10 to 15% ആണ് കമ്പനികൾ ESOPന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇത് ആർക്കായിരിക്കും കൊടുക്കുന്നത്? എന്നിട്ട് ഇത് എംപ്ലോയീസിന് ഷെയർ ചെയ്യും. ഇപ്പൊ ചില ആളുകൾ ഇന്റർവെല്ലിൽ തന്നെ എംപ്ലോയീസിന് കൊടുക്കുന്നതിന്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്, എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇപ്പൊ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് എംപ്ലോയീസിന് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 റീസൺ ആണ്. ഒന്ന്, അവർക്ക് ഓണർഷിപ്പ് ഉണ്ടാവും. ഇത് അവർക്കും കൂടെ അവരുടെയും കൂടെ കമ്പനിയാണ്. അവരിവിടെ ലോങ് ടേമിൽ നിൽക്കണം. അവർ ലോങ് ടേമിൽ നിൽക്കുകയും ചെയ്യണം. ഇത് അവരുടെ കമ്പനിയെ പോലെ വർക്ക് ചെയ്ത് ബിൽഡ് ചെയ്യുകയാണ്. കാരണം കമ്പനി വലുതാവും തോറും അവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്സിന് പലപ്പോഴും വലിയ സാലറിയിൽ ആളുകളെ ഹയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് സുനിൽ ബ്രോനെ ഹയർ ചെയ്യണം എൻ്റെ കമ്പനിയിലേക്ക്. ഞാൻ 50,000 പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ വരില്ല. ഞാൻ 1 lakh പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ വരില്ല. എനിക്ക് പക്ഷെ 1.5 ലക്ഷം പറയാനും പറ്റില്ല. ബ്രോക്ക് 2 lakhs ആണ് വേണ്ടത്. എനിക്ക് 1.5 ലക്ഷം അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് ബ്രോനെ ഹയർ ചെയ്യാൻ ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh ഞാൻ സാലറി ആയിട്ട് തരാം. എന്നിട്ട് ഞാൻ സ്റ്റോക്കും തരാം. അതായത് ഓരോ മാസവും ഒരു 10 സ്റ്റോക്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 15 സ്റ്റോക്സ് വെച്ചിട്ട് തരാം. അപ്പൊ സ്റ്റോക്സിന് ഒരു വാല്യൂ ഉണ്ട്. അത് സ്റ്റോക്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഞാൻ 1 lakh ബ്രോക്ക് ഈ മാസം തന്നു കഴിഞ്ഞാൽ അത് 1 year ബ്രോ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാലും അത് മാക്സിമം പോയി കഴിഞ്ഞാൽ 1,10,000 ആവുകയുള്ളൂ. പക്ഷെ സ്റ്റോക്ക് ഞാൻ 15 സ്റ്റോക്ക് തന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 1 year കഴിഞ്ഞാൽ 30 സ്റ്റോക്സോ 40 സ്റ്റോക്സിന്റെയോ വാല്യൂ ആവും. പക്ഷേ ഈ 15 സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വാല്യൂ എങ്ങനെയായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്? ഈ സ്റ്റോക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ അവർ ഫണ്ട് റൈസിംഗ് റൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് റൈസ് ചെയ്ത റൗണ്ടിൽ കമ്പനിയുടെ വാല്യൂഷൻ എത്രയാണ്? നമുക്ക് ഞാൻ ബ്രോക്ക് 1% ഇക്വിറ്റി ESOP ആയിട്ട് തന്നു എന്ന് വിചാരിക്കുക. എന്റെ കമ്പനിക്ക് 100 crore വാല്യൂഷനിൽ ഞാൻ ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇന്ന് 1 കോടി വാല്യൂ ഉണ്ട്. നാളെ ഞാനിത് 1000 കോടിക്കാണ് അടുത്ത റൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഒറ്റയടിക്ക് 1 crore ചിലപ്പോൾ 10 crore ആവും. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ 1000 കോടി ഉള്ളത് 5000 കോടി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ 50 കോടി. അപ്പൊ 10 കോടിയിൽ നിന്ന് 50 കോടിയിലേക്ക് പോകാൻ വേണ്ടി എടുക്കുന്ന സമയം 6 മാസമാണ്. ഇതാണ് ESOPന്റെ ഒരു ഇത്. പക്ഷേ ESOPിൽ ഫൗണ്ടേഴ്സിനുള്ള പോലെ തന്നെ റിസ്ക് എംപ്ലോയീസിനുണ്ട്. കമ്പനി സക്സസ് ആയാൽ മാത്രമാണ് ഇതിന് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിന് വാല്യൂ ഇല്ല. ഓക്കെ. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു 10 to 15% ആണ് അലോക്കേറ്റ് ചെയ്യുന്നത്. എല്ലാ എംപ്ലോയീസിനും ആണ് അങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത്.
അത് ഒരാൾക്ക് എത്ര പെർസെന്റേജ് കൊടുക്കണം എന്നുള്ള ഒരു വാല്യൂ നെഗോഷിയേഷൻ ആണ്. അത് എംപ്ലോയർ നമ്മൾ നെഗോഷിയേഷൻ ആണ്. നമ്മളവിടെ എംപ്ലോയീസിന് ഇത് അറിയാത്തതുകൊണ്ട് ആരും നെഗോഷിയേറ്റ് ചെയ്യില്ല. അവർ സാലറി സ്ലിപ്പിൽ ഇത് ഇങ്ങനെ കാണുക, കുറച്ച് സ്റ്റോക്കും കാണുക, സൈൻ ചെയ്തു. എംപ്ലോയ്മെന്റ് അഗ്രിമെന്റിലൊക്കെ അങ്ങനെ ഉണ്ടാവും. നമ്പർ എത്ര പെർസെന്റേജ് ആയിരിക്കും നോർമലി പറയാറുള്ളത്? പെർസെന്റേജ് ഉണ്ടാവില്ല, 0.00 ആ രീതിയിലായിരിക്കും ഉണ്ടാവും. നമ്പർ ഓഫ് സ്റ്റോക്സ് ആണ് കൊടുക്കുക. കാരണം എത്ര എംപ്ലോയീസിന് കൊടുക്കാനുണ്ടാവും. കാരണം 100 എംപ്ലോയീസ് മുതൽ 500 എംപ്ലോയീസിന് വരെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാം ഈ 10% ഉള്ളൂന്നാ പോവാ. നേരത്തെ പറഞ്ഞ എംപ്ലോയീസിന് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടോ? എല്ലാവർക്കും ഇതിനെപ്പറ്റി നമ്മൾ ഇന്റർവ്യൂലൊക്കെ ഒരുപാട് സമയം എടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്തത്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു 3 day വർക്ക്ഷോപ്പ് ഒക്കെ നടത്തിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായാലാണ് അവരിത് ചോദിക്കുകയുള്ളൂ. അവരിത് ചോദിച്ചു കഴിഞ്ഞാലാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേ വെറുതെ കൊടുക്കുമ്പോൾ ഇതൊരു സർട്ടിഫിക്കറ്റ് പോലെ ആയിരിക്കും, അതിന് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എംപ്ലോയർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ 2 ബെനിഫിറ്റ്സ് ആണുള്ളത്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് ആളുകളെ കൊണ്ടുവരാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് അവർക്ക് ഓണർഷിപ്പ് കൊടുക്കാൻ പറ്റും. ഇനി എംപ്ലോയി പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ്. ഒരു 5 to 10 ഇയേഴ്സിലൊക്കെ അവർക്ക് എക്സിറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര ഹൈ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ കുറച്ച് ടോപ്പ് സ്റ്റാർട്ടപ്സ് എടുക്കാം. നമുക്ക് 10 years കഴിയുമ്പോൾ പറയുമ്പോൾ അത്രയും നാളും കമ്പനിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കല്ലേ കിട്ടത്തുള്ളത്. നിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇല്ല. അപ്പൊ ചില ആളുകള് അത് അഗൈൻ അഗ്രിമെന്റിലുള്ള വെസ്റ്റിംഗ് ഷെഡ്യൂളിനനുസരിച്ചാണ്. ഇപ്പൊ ചില ആളുകൾക്ക് 2 years കൊണ്ട് മുഴുവൻ വെസ്റ്റ് ആവും. ചില ആളുകൾക്ക് ചിലപ്പം എത്ര കാലം നിൽക്കുന്നു അത്രയും കാലം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ചില ആളുകൾക്ക് ചിലപ്പോൾ ക്ലിഫ് ഉണ്ടാവും. ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്തു 6 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്ക് കിട്ടി, 9 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ കമ്പനിയിൽ പോയി. അപ്പം ചിലപ്പോൾ ക്ലിഫ് ഉള്ളവർക്ക് ആ 9 മാസം അവർക്ക് കിട്ടിയത് അവർക്ക് തിരിച്ചെടുക്കാം, കമ്പനിക്ക് തിരിച്ചെടുക്കാം. അപ്പൊ ക്ലിഫ് ചിലപ്പോൾ ഒരു 1 year 2 year ഒക്കെ ക്ലിഫ് ഉണ്ടാവുള്ളൂ. ക്ലിഫ് കഴിഞ്ഞാൽ എത്ര സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ ഇറങ്ങുന്ന വരെയുള്ള സ്റ്റോക്ക് പിന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. അത് പിന്നെ മോസ്റ്റ്ലി ഇറങ്ങിയ എംപ്ലോയീസ് ആണെങ്കിൽ ഇവർ ബൈബാക്ക് ചെയ്യും കമ്പനി. കാരണം കമ്പനിന്റെ ഫൗണ്ടർക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ബൈബാക്ക് ചെയ്യും. എസ്ഒപി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം IPO പോവാണെങ്കിലോ ഫണ്ട് റൈസിംഗ് വരുവാണെങ്കിലോ മാത്രമാണ് കൊണ്ട് പ്രയോജനം വരുന്നത്. അപ്പൊ എട്ടെക്കില് നമ്മുടെ ഇവിടെ ഇപ്പൊ എൻട്രി ഉണ്ട്, ലക്ഷ്യമുണ്ട്. ഇവരൊക്കെ ഇപ്പം പ്രോബബ്ലി ഒരു നെക്സ്റ്റ് 3-4 ഇയേഴ്സിൽ പോകാൻ സാധ്യതയുള്ള കമ്പനികളാണ്, IPO പോകാൻ സാധ്യതയുള്ള കമ്പനികളാണ്. അപ്പൊ ഇവിടെയുള്ള സീനിയർ എംപ്ലോയീസിനൊക്കെ പ്രോബബ്ലി ഒരു 25 to 2.5 crore, 25 lakhs to 2.5 crore ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും എല്ലാവരും. അപ്പൊ അങ്ങനെയുള്ളവർ അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്യുക. ഇനി വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകാൻ സാധ്യതയുള്ള കമ്പനി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടാൻ വേണ്ടി നോക്കുക. സീനിയർ എങ്ങനെയുള്ള എംപ്ലോയീസിനാണ് ആക്ച്വലി ഇസോപ്പ് ഓഫർ ചെയ്യുന്നത്? സീനിയർ ലെവലിലായിരിക്കും, മിഡ് ലെവൽ, എല്ലാ ലെവലിലും? സീനിയർ ലെവലിലും മിഡ് ലെവലിലും എല്ലാ ലെവലിലും ചെയ്യുന്ന കമ്പനികളും ഉണ്ട്. അതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാറും. എനിക്കൊന്ന് കമ്പനിയിൽ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കിട്ടാനുള്ള ചാൻസസ്. അങ്ങനെ ഇപ്പം someone who want to work with any companies like this, അവർക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഇത് അത് അവർ എൻ്റർ ആവുന്ന ഹൈറാർക്കിക്ക് അനുസരിച്ചാണ്. പിന്നെ ബേസിക്കലി അവർ ആ കമ്പനിയിലേക്ക് വരുന്നത് കൊണ്ട് ആ കമ്പനിക്ക് ആവശ്യം എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ അത്രയും ഡെസ്പറേറ്റ് ആണോ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ നമ്മൾ കാണാറുണ്ട് ഓപ്പൺ ഐ പോലത്തെ കമ്പനികളൊക്കെ. അപ്പൊ ഓപ്പൺ ഐ മെറ്റേന്ന് ഒരാളെ കൊണ്ടുവരുന്നു. അപ്പോൾ അത് ഓപ്പൺ ഐയുടെ മാത്രം ആവശ്യമാണ് മെറ്റേന്ന് ആളെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മെറ്റ ഗൂഗിളിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നത്. അത് മെറ്റയുടെ മാത്രം ആവശ്യമാണ്. അയാൾക്ക് നിർബന്ധമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അയാൾ നെഗോഷിയേറ്റ് ചെയ്യും, എനിക്ക് ഇത്ര ഷെയർസ് പ്ലസ് ഇത്ര സാലറി വേണം എന്നുള്ളതൊക്കെ. ഇന്റർവെൽ ഏറ്റവും കൂടുതൽ എത്രയാണ് സാലറിയാണ്? സാലറി അല്ലെങ്കിൽ ഇസോപ്പ് രീതിയിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റോക്സിലാണ് പറയാം. നമ്പർ ഓഫ് സ്റ്റോക്സിൽ നമ്മൾ 100-150 കൊടുത്തിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇക്വിറ്റിയിലേക്ക് മാറുമ്പോൾ 0.05 ആയിരിക്കും ഹയസ്റ്റ്. 0.05 ഹയസ്റ്റ് വരുന്നത്. ഹയസ്റ്റ് വരുന്നത്. ഓക്കെ.